എങ്കിലും ഓഫ് ചെയ്യണമെന്നറിയാനുള്ള തന്ത്രപ്പാടിലാണ് പിന്നെ അവൻ. ഇപ്പോൾ നിസ്കരിക്കുമ്പോൾ സുജൂദിന്റെ സ്ഥാനം കൃത്യമായി അറിയാൻ സുജൂദിന്റെ കൃത്യമായ സ്ഥാനത്ത് കൊണ്ട് മൊബൈൽ ഫോൺ അങ്ങ് വെക്കും. ആ ഫോൺ അങ്ങ് അടിക്കുമ്പോൾ അതിൽ തെളിയുന്ന നമ്പർ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആരാണ് എന്നെ വിളിക്കുന്നത്, ആരാണ് എന്നെ ഇപ്പോൾ വിളിക്കുന്നത്. ഇനി കുറച്ചങ്ങ് കഴിയുമ്പോ ഖിയാമിൽ നിന്ന് നേരെ പോയി സുജൂദ് എടുത്ത് ഞാനിപ്പോ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, പിന്നെ വിളിക്കൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇപ്പോൾ ഖിയാമിൽ നിൽക്കുന്ന വ്യക്തി കുറച്ചു കഴിയുമ്പോ ആ ഫോൺ എടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥ വരും. ഇബാദത്തിലുള്ള അശ്രദ്ധകൾ, ആരാധനയിൽ മനുഷ്യൻ അശ്രദ്ധവാന്മാരായി മാറും. അവന്റെ ഇബാദത്തുകൾ നഷ്ടപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തന്നെ, വീട്ടിലാകുമ്പോൾ തന്നെ, നാം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫോൺ അടിച്ചാൽ നമ്മുടെ ശ്രദ്ധ പോയി. ഫോൺ അടിച്ചാൽ നമ്മുടെ ശ്രദ്ധ പോയി. ആരാണ് ഈ സമയത്ത് വിളിക്കുന്നത്? അങ്ങനെയുള്ള ചിന്ത വരുമ്പോൾ റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള ആ ധാരണ നമുക്ക് പോവുകയല്ലേ? ആ ചിന്തയും ആ ചിത്രവും നമ്മുടെ മനസ്സിൽ നിന്ന് മായുകയല്ലേ? യജമാനനായ അല്ലാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ആ റബ്ബിന്റെ സവിധത്തിൽ നിൽക്കുമ്പോൾ ദുന്യവിയായ ഒരു കാര്യവും എന്നെ അലട്ടാൻ പാടില്ല, എന്റെ ശ്രദ്ധയിൽപ്പെടാൻ പാടില്ല, ഒന്നും എന്നെ അലസരപ്പെടുത്താൻ പാടില്ല എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറണ്ടേ? എന്നാലല്ലേ നമ്മുടെ ഇബാദത്ത് കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. സുദീർഘമായി ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം കേട്ടോ. ചില ആളുകൾ വുളൂ ചെയ്യുമ്പോൾ മുഖം പൂർണ്ണമായും കഴുകാറില്ല. തിരക്ക് പിടിച്ചാണ് വുളൂ ചെയ്യുന്നത്. അവർക്ക് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിനുവേണ്ടി തിരക്ക് പിടിച്ചുകൊണ്ട് മുഖം കഴുകുമ്പോൾ മുഖത്തിന്റെ അതിർത്തി പലപ്പോഴും വെള്ളം എത്താറില്ല. കൈ കഴുകുന്നത് കണ്ടില്ലേ? മുട്ട് ഉൾപ്പെടെ എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ മുട്ട് പോലും എത്തുന്ന വിധത്തിൽ കഴുകാൻ സമയമില്ല. കാല് കഴുകുന്ന അവസരത്തിൽ 2 കോപ്പ വെള്ളം കപ്പിൽ വെള്ളമെടുത്ത് കാലിൽ ഒഴിച്ചു. സുബ്ഹാനല്ലാഹ്, മടമ്പ് തേച്ച് കഴുകണം. തേച്ച് കഴുകൽ സുന്നത്താണ് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മടമ്പ് ഒരാൾ സൂക്ഷിച്ചു കഴുകിയാൽ അവനക്ക് സ്വർഗമുണ്ട് എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൈപ്പ് തിരിച്ച് അതിൽ കാല് കാണിക്കലല്ലേ പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത്. ആ മടമ്പിന്റെ ഭാഗം ചുളുങ്ങിയിരിക്കുന്ന ഭാഗമാണ്. അവിടേക്ക് വെള്ളം ചേരില്ല. വെള്ളം ചേർന്നില്ല എങ്കിൽ നിന്റെ കാല് കഴുകുക എന്ന ആ ഫർള് നിനക്ക് വീട്ടാൻ പറ്റിയില്ല. അതുകൊണ്ട് നിന്റെ വുളൂ സ്വഹീഹായില്ല. അതുകൊണ്ട് നിന്റെ നിസ്കാരവും സ്വഹീഹാകുന്നില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആരാധനയിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തണം. നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. പരിശുദ്ധ റമദാൻ കടന്നു വരികയാണ്. നോമ്പിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. നോമ്പിന്റെ ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ചിങ്ങനെ വെക്കുക എന്നല്ലാതെ അത് ഉപയോഗിക്കാൻ പലപ്പോഴും നമ്മൾ തയ്യാറല്ല. വുളൂഇന്റെ പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മളത് പ്രാർത്ഥിക്കാറില്ല. വുളൂ ചെയ്യുമ്പോൾ പ്രാർത്ഥനയുണ്ട്, പക്ഷേ നമ്മളത് ചെയ്യാറില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇബാദത്തുകളിൽ സൂക്ഷ്മത പുലർത്തണം കേട്ടോ. 14 ഫർളുകളുണ്ട് നമസ്കാരത്തിന്. ആ 14 ഫർളും നിസ്കരിക്കുന്ന വ്യക്തി അറിഞ്ഞിരിക്കണ്ടേ. നിസ്കാരത്തിന്റെ ഫർളുകൾ 14. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു ഫർളാണ്, ഇപ്പോൾ ചെയ്യുന്നത് സുന്നത്താണ്. സുന്നത്തിൽ അബ്ആലാണോ ഐഹാത്താണോ, ഇതൊക്കെയും മുസ്ലിമീങ്ങളായ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. നമ്മുടെ ഇബാദത്തിന്റെ പൂർത്തീകരണത്തിന് അത് അനിവാര്യമല്ലേ? പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകൾ ഭംഗിയാക്കണം. അല്ലാഹുവിനെ കുറിച്ച് കൂടുതലായി ഓർക്കണം. അവന്റെ സ്മരണ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹുവിനെ കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂനി വലാ തക്ഫുറൂൻ. അല്ലാഹു പറയുന്നു, നിങ്ങൾ എന്നെ ഓർക്കണം കേട്ടോ, എപ്പോഴും ഓർക്കണം കേട്ടോ. ഏത് സമയത്തും നിങ്ങൾ എന്റെ ഓർമ്മയിലായിരിക്കണം, സ്മരണയിലായിരിക്കണം. നിങ്ങൾ എന്നെ ഓർക്കാത്ത ഒരു സാഹചര്യം, അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർക്കുകയാണ് എങ്കിൽ നിങ്ങളെ ഞാൻ ഓർക്കും കേട്ടോ. നിങ്ങൾ എന്നെ ഓർത്താൽ നിങ്ങളെ ഞാൻ ഓർക്കും. നിങ്ങളെ ഞാൻ ഓർക്കപ്പെടേണ്ടുന്ന ഘട്ടങ്ങൾ നിങ്ങൾക്ക് വരാനുണ്ട്. ആ സമയത്ത് ആരും നിങ്ങളെ ഓർക്കാത്ത സമയം, സ്വന്തം ഉമ്മ നിങ്ങളെ ഓർക്കാത്ത സമയം,
ഉപ്പ നിങ്ങൾ ഓർക്കാത്ത സമയം, സ്മരിക്കാത്ത സമയം, കണ്ടാൽ അറിയാത്ത സമയം, മിണ്ടാത്ത സമയം, ആ സമയങ്ങളിലൊക്കെ നിങ്ങളെ ഞാൻ ഓർക്കും കേട്ടോ. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അതുകൊണ്ട് നിങ്ങൾ നന്ദിയില്ലാത്തവരായി മാറരുത്, ജീവിക്കരുത്. ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളൊക്കെ സ്വീകരിച്ച് എന്നെ നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ട് ജീവിക്കണം. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി. ഓർത്താൽ മാത്രം പോരാ, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം. പടച്ചുറപ്പിനോട് അടിമയായ നമ്മൾ ചെയ്യുന്ന നന്ദി, പടച്ചുറപ്പിനോട് അടിമകളായ നമ്മൾ ചെയ്യുന്ന നന്ദി, അവൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, വിരോധിച്ചത് വിരോധിച്ച് അവനിക്ക് വഴിപ്പെട്ടുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കലാണ് അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ അള്ളാഹുവിന്റെ പേരിൽ ഡെപ്പോസിറ്റ് എടുത്ത് ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കലല്ല. അതൊന്നും അള്ളാഹുവിന് വേണ്ട. അള്ളാഹുവിനോട് നിങ്ങൾ കാണിക്കേണ്ടുന്ന നന്ദി, പടച്ചുറപ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അള്ളാഹുവിന്റെ പൊരുത്തമുള്ള അടിമകളായി ഇബാദത്തുകളെല്ലാം ഭംഗിയായി നിർവഹിച്ചാൽ നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ നമുക്ക് പെടാൻ സാധിക്കും. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. എപ്പോഴും അള്ളാഹുവിന്റെ ദിക്റിലായി കഴിയണം, അള്ളാഹുവിന്റെ ഓർമ്മയിലായി കഴിയണം. നോക്കൂ നിങ്ങൾ, ആ സ്മരണയിലേക്ക് അങ്ങ് ഇറങ്ങിയാൽ, നല്ല രൂപത്തിൽ പടച്ചുറപ്പിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സൂക്ഷ്മത പുലർത്തി ആ ഇബാദത്തിലേക്ക് അങ്ങ് ഇറങ്ങിയാൽ അതൊരു ലഹരിയാണ്, അതൊരു ആനന്ദമാണ്. അതിനേക്കാളും വലിയ ലഹരിയില്ല, ആനന്ദമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. എത്ര ദിക്റുകളുണ്ട്. ആ ദിക്റങ്ങ് ചൊല്ലാൻ ഒരു മനുഷ്യൻ തീരുമാനിച്ചാൽ അവനിക്ക് ലഭിക്കുന്ന ലഹരി എത്രയാണ്, ആനന്ദം എത്രയാണ്. ചൊല്ലിയാലും മതി വരുന്നില്ല. അങ്ങനെ എത്ര മഹാന്മാര് ജീവിച്ചു പോയിട്ടുണ്ട്. ദിക്റ് ചൊല്ലി അവരതിലേക്ക് ലയിച്ചുപോയി. അവരുടെ അവസ്ഥ അവര് മറന്നുപോയി, അവരുടെ ജീവിതം തന്നെ അവര് മറന്നുപോയി. അവർക്ക് കുളിക്കാൻ സമയമില്ല, അവരുടെ ശരീരത്തെ ഭംഗിയാക്കാൻ അവർക്ക് സമയമില്ല, അവർക്ക് ദുനിയാവിന്റെ പളപളപ്പിലായി ജീവിക്കാൻ സമയമില്ല. അവർ ദിക്റിന്റെ ലഹരിയിലാണ്. നോക്കൂ നിങ്ങൾ, ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഉർവ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ അസ്മാ ബീബി റളിയല്ലാഹു അൻഹയുടെ മകനാണ് ഉർവ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ ബീബി റളിയല്ലാഹു അൻഹ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തി, സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സുബൈർ റളിയല്ലാഹു അൻഹു. ഇന്നലെ ഞാൻ അശ്റത്തുൽ മുബശ്ശിരീങ്ങളെ കുറിച്ച് പറഞ്ഞു. 10 ആളുകൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗ്ഗം കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് സുബൈർ റളിയല്ലാഹു അൻഹു. ആ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഉർവ റളിയല്ലാഹു അൻഹു. ഉർവ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, പണ്ഡിതനാണ്. കാലിന് രോഗം ബാധിച്ചു. കാലിനൊരു രോഗം ബാധിച്ചപ്പോൾ വൈദ്യന്മാരെ കാണിച്ചപ്പോൾ വൈദ്യൻ പറഞ്ഞു, കാല് മുറിച്ചു കളയണം. സുബ്ഹാനല്ലാഹ്, ഒരു പ്രത്യേകതരം അസുഖം ബാധിച്ചു, പഴുപ്പ് പിടിച്ചു, കാല് മുറിച്ചു കളയണമെന്ന് പറഞ്ഞു. സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉർവ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനിവാര്യമാണ് എങ്കിൽ, ഇത് മുറിക്കാതെ നിർവാഹമില്ല എങ്കിൽ നിങ്ങൾക്ക് എന്റെ കാല് മുറിക്കാം കേട്ടോ. സുബ്ഹാനല്ലാഹ്, ഉർവ റളിയല്ലാഹു അൻഹുവിനോട് വൈദ്യന്മാര് പറഞ്ഞു, ഇന്നത്തെ അത്യാധുനിക സജ്ജീകരണങ്ങളില്ലാത്ത കാലമാണ് കേട്ടോ. ഇന്നത്തെ പോലെ ബോധം കടത്താനുള്ള മരുന്നുകളില്ല, മെഷീനറികളില്ല, അത്യാധുനിക സജ്ജീകരണങ്ങളില്ല. ഉർവ റളിയല്ലാഹു അൻഹുവിനോട് വൈദ്യന്മാര് പറഞ്ഞു,
ഈ വേദന തോന്നാതിരിക്കാൻ വേണ്ടി അല്പം കള്ളു കുടിക്കണം, മദ്യം കഴിക്കണം കേട്ടോ. ഉർവ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ വൈദ്യന്മാരെ, നിങ്ങൾക്ക് എന്റെ കാല് മുറിക്കലല്ലേ വേണ്ടത്? എന്റെ കാല് മുറിച്ചു മാറ്റലല്ലേ നിങ്ങൾക്ക് വേണ്ടത്? ആ കാല് മുറിച്ചു മാറ്റാൻ ഞാൻ എന്തിനാണ് മദ്യം കഴിക്കേണ്ടത്? മദ്യത്തിന്റെ ലഹരിയിൽപ്പെട്ടാൽ വേദനയ്ക്ക് കുറവുണ്ടാകും, വേദനയ്ക്ക് ശമനമുണ്ടാകുമെന്ന് വൈദ്യന്മാര് പറഞ്ഞപ്പോ, എന്തിന് എനിക്ക് വേദനിക്കണം? എനിക്ക് വേദന പ്രശ്നമല്ല. നിങ്ങൾ എന്റെ കാല് മുറിക്കേണ്ടത് എപ്പോഴാണെന്നറിയുമോ? ഞാൻ എന്റെ റബ്ബിലേക്ക് അങ്ങ് ലയിച്ചു ചേരുമ്പോൾ, ദിക്റ് ചൊല്ലി തസ്ബീഹ് ചൊല്ലി എന്റെ റബ്ബിന്റെ സ്മരണയിലായി ഞാൻ അങ്ങ് മാറുമ്പോ നിങ്ങൾ എന്റെ കാല് മുറിച്ചു കളഞ്ഞോ, എനിക്ക് അപ്പോൾ വേദന തോന്നില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ, ഉർവ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വൈദ്യന്മാരെ, ഞാൻ ദിക്റ് ചൊല്ലി അതിന്റെ ലഹരിയിലേക്ക് ഞാൻ അങ്ങ് എത്തുമ്പോ, അതിന്റെ ആനന്ദത്തിലേക്ക് ഞാൻ അങ്ങ് എത്തുമ്പോ നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചു കളയാം. േണ്ടത് ഇത്രമാത്രമാണ്. ഞാൻ എന്റെ റബ്ബിന്റെ ദിക്റിലായി അങ്ങ് കഴിയുമ്പോ നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചു കളയാം കേട്ടോ. മഹാനവറുകൾ അവിടെ ഇരുന്ന് ദിക്റ് ചൊല്ലാൻ തുടങ്ങി. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ആ ദിക്റിലങ്ങ് മഹാനവറുകൾ ലയിച്ചപ്പോ വൈദ്യന്മാരെ ഈർച്ചവാള് കൊണ്ട് മഹാനായ ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ കാലങ്ങ് മുറിച്ചു. ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിച്ച വേദന മഹാനവറുകൾക്ക് അനുഭവപ്പെട്ടില്ല കേട്ടോ. പടച്ചുറപ്പിലേക്ക് അങ്ങൊരു അടിമ തിരിഞ്ഞാൽ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിലേക്ക് ഒരു അടിമ മുഖം കൊടുത്താൽ അതവനക്ക് വല്ലാത്ത ലഹരിയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ അമ്പ് തറച്ചപ്പോ ആ അമ്പങ്ങ് കാലിൽ തുടയിലൂടെ അങ്ങ് കയറിപ്പോയ സമയത്ത് അത് ഊരിയെടുക്കാൻ കഴിയുന്നില്ല. പലരും പലതരത്തിൽ ശ്രമിച്ചു നോക്കി. അലി റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത വേദന. അലി റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞത് എന്താണ്? അല്പമൊന്ന് ക്ഷമിക്കൂ, ഞാൻ വുളൂ ചെയ്തു വരട്ടെ. വുളൂ ചെയ്ത് അലി റളിയല്ലാഹു അൻഹു വന്ന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി സുന്നത്ത് നിസ്കാരത്തിലേക്ക് അങ്ങ് പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് അവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിസ്കരിക്കാൻ കൈകെട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ആ കാലിൽ തറച്ച അമ്പ് ഊരിയെടുക്കണം കേട്ടോ. സുബ്ഹാനല്ലാഹ്. അപ്രകാരം അവർ ചെയ്തു. നമസ്കാരം കഴിഞ്ഞ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ അമ്പിനെ കുറിച്ച് സംസാരിക്കുന്നു. എന്തു ചെയ്തു നിങ്ങളത്? ഞാൻ അറിഞ്ഞില്ല കൂട്ടരെ. എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് അങ്ങ് ഞാൻ എന്റെ മനസ്സ് സമർപ്പിച്ചപ്പോ, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധമായ വചനം ഉച്ചരിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുകയാണ്. വജ്ജഹ്തു, ഞാൻ മുന്നിടിക്കുന്നു, വജ്ഹിയ എന്റെ മുഖത്തെ, ലില്ലദീ ഒരുത്തനിലേക്ക്, ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ, ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടാവിലേക്ക് എന്റെ മുഖത്ത് ഞാൻ മുന്നിടിക്കുന്നു. ഞാൻ തന്നെ ഒരു മുസ്ലിമായ നിലക്ക്, ചൊവ്വായ അനുസരണയുള്ള ഒരു മുസ്ലിമായ നിലക്ക് ഞാൻ എന്റെ മുഖത്ത് നിന്നിലേക്ക് മുന്നിടിക്കുന്നു എന്നങ്ങ് പറയുമ്പോ, റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, എന്റെ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് പിന്നെ അവിടെ ഒന്നും എന്നെ ശല്യപ്പെടുത്താനില്ല, അവിടെ ഒരു ചിന്തയും എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാനില്ല, ആരും എന്നെ ശല്യപ്പെടുത്താനില്ല, ആരുടെയും ശല്യം എനിക്ക് ബാധിക്കുന്നില്ല. മൊബൈൽ ഫോൺ അടിച്ചാലും ലാൻഡ് ഫോൺ അടിച്ചാലും ആരെന്നെ വിളിച്ചാലും എന്റെ ശ്രദ്ധ മുഴുവനും എന്റെ നിസ്കാരത്തിലാണ്. യജമാനനായ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ചിന്തയിലാണ് എന്റെ പ്രവർത്തനങ്ങളൊക്കെയും.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അല്ലാഹുവിനെ പേടിച്ച് അവനക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്തുകളിൽ ആണ്ട് പൂണ്ട് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ദിക്ർ ചൊല്ലുകയാണ് എങ്കിലും, ഖുർആൻ ഓതുകയാണ് എങ്കിലും, നമസ്കരിക്കുകയാണ് എങ്കിലും ഒക്കെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പലരും പറയുന്നതാണ്, ഉസ്താദേ എന്താണെന്നറിയില്ല, നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു ആത്മാർത്ഥതയും തോന്നുന്നില്ല, ഒരു ഭയഭക്തിയും തോന്നുന്നില്ല, ഒരു ഇഖ്ലാസും തോന്നുന്നില്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവിടെ എഴുന്നേറ്റ് പോരുക എന്നല്ലാതെ ഒരു ഭയഭക്തിയും നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ് കിട്ടാത്തത്? ഇമാമിയങ്ങൾ പഠിപ്പിച്ചു, നീ റബ്ബിന്റെ മുമ്പിലേക്ക് വരുന്നത് നിന്റെ ഹൃദയം മുഴുവനും ഈ ദുന്യവിയായ കാര്യങ്ങളിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ടാണ് കയറി വരുന്നത്. നിന്റെ കച്ചവടത്തെ കുറിച്ചും ബിസിനസിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നിന്റെ ഹൃദയത്തിലേക്ക് കയറ്റിവെച്ചുകൊണ്ടാണ് നീ വരുന്നത്. അതുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ മോനെ അതൊക്കെ തൽക്കാലം ഒന്ന് ഒഴിവാക്കി വെക്കുക, അത്തരം ശുഗലുകളൊക്കെ ഒന്ന് മാറ്റിവെക്കുക, അത്തരം ചിന്തകളൊക്കെ ഒന്ന് മാറ്റി നിന്ന് ഇവിടെ മറ്റൊരു ചിന്തയും ഇല്ല, റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നു, അവന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി യജമാനനായ റബ്ബ് എന്നെ കാണുന്നു, ആ നിലക്ക് ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നു. ആത്മാർത്ഥത വേണം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആത്മാർത്ഥത വേണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂനല്ലദീന ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങളാണ് വിജയിച്ചവർ. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ആ മുഅ്മിനീങ്ങളുടെ പ്രത്യേകത എന്താണ്? നിസ്കാരത്തിൽ അവർക്ക് ഖുശൂഉണ്ട്, ഭയഭക്തിയുണ്ട്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവർക്ക് ഭയഭക്തിയുണ്ട്. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളാണ് വിജയികൾ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയഭക്തി അനിവാര്യമാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. അത് നമ്മുടെ ഭയഭക്തി നഷ്ടപ്പെടുത്തി കളയും. നിസ്കരിക്കുന്ന വ്യക്തി സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കി നിസ്കരിക്കട്ടെ. അവനക്ക് ഖുശൂഅ് ലഭിക്കാൻ, ഈ ഭയഭക്തി ലഭിക്കാൻ അത് ഏറ്റവും അടുത്തതാണ് എന്ന് നമ്മുടെ ഫുഖഹാക്കൾ രേഖപ്പെടുത്തുകയാണ്. സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കണം. ഒരിക്കലും നിസ്കരിക്കുന്ന നിൽക്കുമ്പോൾ പുരുഷന്മാരെ, സഹോദരന്മാരെ, നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ നിങ്ങൾ അതിന്റെ ഭാഗത്ത് വെക്കരുത്. വെച്ചാൽ തന്നെ അത് ബെല്ലടിക്കുമ്പോൾ കാണുന്ന രൂപത്തിൽ വെക്കരുത്, മറച്ചു വെക്കാനുമെങ്കിലും നിങ്ങൾ ശ്രമിക്കണം. കാരണം എന്താണ്? അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോകുമല്ലോ. ശ്രദ്ധ തെറ്റിപ്പോയി കഴിഞ്ഞാൽ, റബ്ബിന്റെ മുമ്പിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളൊക്കെ അവിടെ ഇരുന്ന് സംസാരിച്ച്, അല്ലെങ്കിൽ കുറെ ആളുകൾ എഴുന്നേറ്റ് പോയി അങ്ങോട്ട് തിരിഞ്ഞെന്ന് സംസാരിച്ചാൽ പിന്നെ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? റബ്ബിന്റെ മുമ്പിൽ വന്ന് വജ്ഹതു വജ്ഹിയ ലില്ലദീ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രദ്ധ മുഴുവനും പടച്ചോനെ അങ്ങോട്ടും ഇങ്ങോട്ടാണ്. ആരെങ്കിലും വരുന്നുണ്ടോ? ആരെങ്കിലും എന്നെ നിസ്കാരം കാണുന്നുണ്ടോ? ഇപ്പൊ പോയാൽ ബസ് കിട്ടോ, കട അടക്കോ? ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയി കഴിഞ്ഞാൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ ആളുകളിൽ നിന്ന് അല്ലാഹു അവൻ തിരിഞ്ഞു കളയുന്നതാണ്. അത്തരം ആളുകളിൽ നിന്ന് അല്ലാഹു തിരിഞ്ഞു കളയുന്നതാണ്. അങ്ങനെ ഒരു നിസ്കാരം അല്ലാഹുവിന് ആവശ്യമില്ല. സ്വയം സമർപ്പിച്ച്, സർവവും സമർപ്പിച്ചുകൊണ്ട് രാജാവായ അല്ലാഹു, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന യജമാനനായ അല്ലാഹു, ആ യജമാനന്റെ മുമ്പിൽ വിനയാനിതനായി നിൽക്കുന്ന അടിമയാണ് ഞാൻ എന്ന നിലയിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ടുള്ള ആ നൃത്തം ആണ് അല്ലാഹുവിന് ആവശ്യം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. അത് വലിയ ഗൗരവമുള്ളതാണ്. മാ ബാലു അഖ്വാമി യർഫഊന അബ്സാറഹും ഇലസ് സമാഇ ഫീ സ്വലാത്തിഹിം ഫഷ്തദ്ദ ഖൗലുഹു ഫീ ദാലിക ഹത്താ ലാ യൻദഹുന്ന അൻ ദാലിക അബ്സാറഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചില ആളുകൾ നിസ്കരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, ആകാശത്തേക്ക് നോക്കുന്നു, അവരുടെ മുഖത്തുള്ള കുരു അവർ പൊട്ടിക്കുന്നു. മുഖത്തുള്ള കുരു പൊട്ടിക്കാൻ പറ്റിയ സമയമായി ചിലർ കണ്ടെത്തിയത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ. അപ്പോൾ അത്രയാണ് മുഖക്കുരുള്ളൂ എന്ന് അവർക്ക് വ്യക്തമായി അറിയാൻ കഴിയും. ചില ആളുകൾ അതിങ്ങനെ പൊട്ടിച്ച് സുബ്ഹാനല്ലാഹ്, അതോടെ അവരുടെ നിസ്കാരം ബാത്തിലായി പോയി. ഇതൊക്കെ നമ്മൾ എത്രയോ നിസ്കരിച്ചിട്ടുണ്ട്. ഇതിന്റെ കണക്കുമായിട്ടാണ് നാളെ റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ റബ്ബ് അതങ്ങൾ നിരത്തി തരും. നിന്റെ നിസ്കാരവും നിന്റെ പ്രവർത്തനങ്ങളും ഇതാ ഇങ്ങനെയായിരുന്നു നീ ചെയ്തത്. ആർക്ക് വേണ്ടിയാണ് നീ അത് ചെയ്തത്? എനിക്ക് വേണ്ടിയാണോ? എനിക്ക് വേണ്ടിയാണ് എങ്കിൽ അങ്ങനെയാണോ നീ ചെയ്യേണ്ടിയിരുന്നത് എന്ന് ചോദിച്ച് ആ അമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ അവസ്ഥ എന്താ? ഞാൻ പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചില ആളുകൾ അവർ നിസ്കരിക്കുമ്പോൾ അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, മേൽപോട്ട് നോക്കുന്നു. ആ ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഷ്തദ്ദ ഖൗലുഹു ഫീ ദാലിക,
ഇതങ്ങ് പറഞ്ഞു അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖമങ്ങ് ശക്തമായി അവിടുന്ന് ഗൗരവപ്പെടുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഹത്താ ലയന്തഹുന്ന അൻ ദാലിക അബ്സാറഹും, ഇങ്ങനെ ചെയ്യുന്നവരുടെ കണ്ണുകളെ അല്ലാഹു നശിപ്പിച്ചു കളയട്ടെ, അവരുടെ കാഴ്ച ശക്തി അല്ലാഹു നശിപ്പിച്ചു കളയട്ടെ, അവരുടെ കാഴ്ച ശക്തി അല്ലാഹു ഇല്ലാതെയാക്കട്ടെ എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതിന്റെ ഗൗരവം ചില്ലറയല്ല. ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ മേപ്പോട്ട് നോക്കി എന്റെ കണ്ണിന്റെ കാഴ്ചശക്തി എന്തുകൊണ്ട് പോയില്ല എന്ന് ചിലപ്പോൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകാം. അത് അപ്പോൾ തന്നെ പോയിക്കൊള്ളണമെന്നില്ല. മരിക്കുന്നതിന് മുമ്പ് ഈ കാഴ്ചയുടെ ശക്തി അല്ലാഹു നഷ്ടപ്പെടുത്തി കളയും കേട്ടോ. ഇത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയില്ല എന്ന് വിശ്വസിച്ചാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയില്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നിസ്കരിക്കുമ്പോൾ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. മറ്റെങ്ങോട്ടും നോക്കാൻ പാടില്ല. സുജൂദിന്റെ സ്ഥാനത്ത് നിന്ന് നോട്ടത്തെ തെറ്റിക്കുന്നത് അത്തഹിയാത്തിൽ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മുസബ്ബിഹ വിരൽ, ചൂണ്ടാണി വിരൽ ഉയർത്തുമ്പോൾ മാത്രമാണ് നോട്ടം ആ വിരലിലേക്ക് മാറ്റുന്നത്. അല്ലാത്ത സമയങ്ങളിൽ എപ്പോഴും സുജൂദിന്റെ സ്ഥാനത്തേക്ക് മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ അല്ലാഹുവിന്റെ ഈ ഭൂമിയിൽ അനുസരണയുള്ള അടിമകളായി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇബാദത്തുകളൊക്കെ ഭംഗിയായി കൃത്യമായും നിർവഹിക്കണം. പ്രിയപ്പെട്ടവരെ, തോന്നിയതുപോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ലല്ലോ നമ്മൾ. നമുക്കുള്ള ഒരുപാട് കടമ്പകൾ, അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ. ഒരു മുസ്ലിമിനെ മൂത്രിക്കണമെങ്കിൽ സുബ്ഹാനല്ലാഹ് എത്രയെത്ര നിയമങ്ങളുണ്ട്. ഒരു മുസ്ലിമിനെ മൂത്രിക്കണമെങ്കിൽ അവനക്ക് എത്രയെത്ര നിയമങ്ങളാണ്. എങ്ങനെയാണ് ഇരിക്കേണ്ടത്? ഇടത് ഭാഗത്തിൽ ചാരണം കൊണ്ടിരിക്കണം. ഇരിക്കുമ്പോൾ വസ്ത്രം എങ്ങനെ പിടിക്കണം? സുബ്ഹാനല്ലാഹ്, ഔറത്ത് വെളിവാക്കുന്ന തരത്തിൽ വസ്ത്രം ഉടുക്കാൻ പാടില്ല. തലമറക്കാതെ പോകരുത്. കേറുമ്പോൾ ഏത് കാല് വെക്കണം, എന്ത് ചൊല്ലണം. ഇറങ്ങുമ്പോൾ ഏത് കാല് വെക്കണം, എന്ത് ചൊല്ലണം. ഖബറിന്റെ അരികിൽ മൂത്രിക്കാൻ പാടില്ല. ഫലം കായ്ക്കുന്ന മരത്തിന്റെ അവിടെ മൂത്രിക്കാൻ പാടില്ല. മാളത്തിൽ മൂത്രിക്കാൻ പാടില്ല. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രിക്കാൻ പാടില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് മൂത്രിക്കാൻ പരിശുദ്ധ ഇസ്ലാം വെച്ച നിയമങ്ങൾ നിങ്ങൾ നോക്കൂ. കാഷ്ടിക്കണമെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിലും യാത്ര ചെയ്യണമെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിലാണ് മുസ്ലിം സമുദായം ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയതിന്റെ പ്രധാന കാരണം മൂത്രിച്ച് നല്ലതുപോലെ ശുദ്ധീകരിക്കാത്തതിന്റെ പേരിലല്ലേ? അതുകൊണ്ട് ചില ആളുകൾ ഫാന്റ് ധരിക്കുന്നവർ ബൈക്കിനൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടാൽ അവരങ്ങ് നിർത്തിയിട്ട് മൂത്രിക്കുകയാണ്. അവർ മനോഹരിക്കാറില്ല. വെള്ളമില്ലെങ്കിൽ കല്ലെടുത്ത് മനോഹരിക്കാമെന്ന് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. അതാരും ചെയ്യാറില്ല. മൂത്രിച്ചിട്ട് വെള്ളം ഉപയോഗിക്കാത്തവനെ ഖബറിടുക്കി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഞെരുക്കി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പള്ളിയിൽ വന്ന് ബാങ്ക് കൊടുത്തു, നിസ്കരിക്കാൻ സമയമായി. മോനെ നിസ്കരിച്ചു പോ ഉസ്താദേ. ഇപ്പൊ പറ്റില്ല, ഇപ്പൊ നിസ്കരിക്കാൻ പറ്റില്ല. എന്തേ? ഇന്നലെ മൂത്രിച്ചിട്ട് വെള്ളം എടുത്തിട്ടില്ല. ഇന്നലെ മൂത്രിച്ചിട്ട് വെള്ളം എടുത്തിട്ടില്ല. പറഞ്ഞതാണ്, വെറുതെയല്ല. ഇന്നലെ മൂത്രിച്ചിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടില്ല. ഈ മുസ്ലിമായ മനുഷ്യൻ ഇങ്ങനെ നജസും പേറി നടക്കുകയാ. ജനാബത്തുണ്ടായിട്ട് കുളിക്കുന്നില്ല. ജനാബത്തുണ്ടായിട്ട് 2 ദിവസവും 3 ദിവസവും അല്ലെങ്കിൽ 1 ദിവസവും ഒക്കെ അതിനെ വളരെ ലാഘവത്തോടെ ഇടുന്നത് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവരുടെ മാല ചൊല്ലിയിരുന്നു നമ്മുടെ ഉമ്മമാർ. അതിൽ കാണാമല്ലോ, ഒരു രാത്രിയിൽ മഹാനവറുകൾക്ക് 40 വട്ടം ജനാബത്തുണ്ടായി. അള്ളാഹു പരീക്ഷിച്ചതാ. അള്ളാഹുവിന്റെ അടിമകളെ ചിലരെ അള്ളാഹു അങ്ങനെ പരീക്ഷിക്കും. നല്ല കോരി ചൊരിയുന്ന തണുപ്പുള്ള, തണുത്ത കാറ്റ് വീശിയടിക്കുന്ന, നല്ല മരം കോച്ചുന്ന തണുപ്പിൽ മഹാനവറുകൾക്ക് ജനാബത്ത് കൊടുത്തു അള്ളാഹു 40 വട്ടം. ആ ഓരോ ജനാബത്തുണ്ടായപ്പോഴും മഹാനവറുകൾ പോയി കുളിക്കുകയാണ്. കുളിച്ചു വരുന്നു, വീണ്ടും ജനാബത്ത്, വീണ്ടും കുളിക്കുന്നു. സുബ്ഹാനല്ലാഹ്, പടച്ചറബിന്റെ പരീക്ഷണമാണ്. ഒരു വട്ടം തന്നെ ഉണ്ടായിട്ട് പ്രിയപ്പെട്ടവരെ, അത് ഉണ്ടായ ഉടനെ തന്നെ കുളിക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. വിവാഹം കഴിച്ച ചെറുപ്പക്കാരും ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ടവരുമുണ്ട്. സുബ്ഹാനല്ലാഹ്, ജനാബത്തുണ്ടായാൽ ഉടനെ തന്നെ കുളിച്ച് സുബഹി നിസ്കരിക്കണം കേട്ടോ. അത് വല്ലാത്ത ഗൗരവമുള്ള സംഗതിയാണ്.
സ്വാലിഹായ മക്കൾ ലഭിക്കാതിരിക്കാനുള്ള കാരണമാണ് ലഭിക്കുന്ന മക്കൾ കുരുത്തം കെട്ട മക്കളായി പോകുന്നതിന്റെ ഒരു കാരണം ആ ഉമ്മയും ഉപ്പയും തന്നെയാണ്, മറ്റാരുമല്ല. ജനാപത്തുണ്ടായി നേരം വെളുക്കും, അങ്ങനെ കിടക്കും, 10 മണിയും 12 മണിയുമോ എഴുന്നേറ്റ് പിന്നെ കുളിച്ചൊരു പോക്കങ്ങ് പോവുകയാണ്. അത് പാടില്ല. ഓർമ്മപ്പെടുത്തിയതാണ്. പ്രിയപ്പെട്ടവരെ, സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിലാകെ എന്നെ സൃഷ്ടിച്ച രാജാതിരാജനായ അള്ളാഹു എന്നെ കാണുന്നു, എന്റെ പ്രവർത്തനങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ, എനിക്കൊരു ലക്ഷ്യമുണ്ട്. എന്റെ ലക്ഷ്യമേതാ? അതാണ് സ്വർഗം കേട്ടോ. ആ സ്വർഗത്തിലേക്ക് എനിക്ക് എത്തിപ്പെടണം. ആ വലത് കാലങ്ങ് വെച്ച് അടുത്ത കാലം വെച്ചിട്ടല്ലാതെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ കടന്നു എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയുകയില്ല കേട്ടോ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ആ ലഹരിയിലായി ജീവിച്ച എത്രയെത്ര മഹാന്മാർ. മഹാനായ ശിബിലി തങ്ങൾ റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്താകാൻ കിടക്കുന്ന സമയം, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് മരണം മുന്നിൽ കണ്ട് കിടക്കുന്ന സമയത്ത് ശിബിലി തങ്ങൾ കരയുകയാണ്. പൊട്ടി പൊട്ടി കരയുന്നു. ശിഷ്യന്മാര് അടുത്തുകൂടി, ബന്ധുക്കൾ അടുത്തുകൂടി, സുഹൃത്തുക്കൾ അടുത്തുകൂടി. ഒരു ഭ്രാന്തനെ പോലെ പടച്ചുറപ്പിനെ അറിഞ്ഞ് ദുനിയാവിലൂടെ നടന്ന മഹാൻ. ശരീരം കണ്ടാൽ ഭ്രാന്തന്മാരെ പോലെ മുടിജടകുത്തി, ശരീരം അഴുക്ക് പിടിച്ച് അഴുക്ക് പുരണ്ട് ഭൂമിയിലൂടെ ചുറ്റിക്കറങ്ങിയ മഹാനായ ശിബിലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ കുട്ടികളെല്ലാവരും ശിബിലി റളിയല്ലാഹു അൻഹുവിനെ ഭ്രാന്തനെന്ന് വിളിച്ച് കല്ലെറിയുകയാണ്. കല്ലെറിഞ്ഞ് സഹിക്കവയ്യാതായപ്പോൾ എറിഞ്ഞ കല്ല് പറക്കിയെടുത്ത് ശിബിലി തങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി നിൽക്കുമ്പോൾ തൊട്ടടുത്ത് നിന്നുകൊണ്ട് ഒരു മരം ശിബിലി തങ്ങളോട് സംസാരിക്കുന്നു. യാ ശിബിലി കുമ്മിസിലി, ശിബിലി എന്നെ പോലെയാകണം കേട്ടോ. കല്ലെറിയേണ്ട കുട്ടികളെ വിവരമില്ലാത്ത കുട്ടികളാണ്. അവര് കല്ലെറിയുമ്പോ തിരിച്ചു കല്ലെറിയണ്ട. അറിവില്ലാത്ത ആളുകൾ, ജാഹിലീങ്ങളായ ആളുകൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടുമ്പോൾ അതിന് മറുപടി പറയാൻ പോകണ്ട. എന്തെങ്കിലും അവര് പ്രവർത്തിക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞു അതിനെ തടസ്സപ്പെടുത്താൻ പോകണ്ട. വിവരമില്ലാത്തത് കൊണ്ട് ചെയ്യുന്നതാണ്. ഈ ശിബിലി തങ്ങളോട് മരം പറയുന്നു, ശിബിലേ കുമ്മിസിലേ, എന്നെ പോലെയാകുകട്ടോ. രാവിലെയും വൈകുന്നേരവും തോന്നിയ സമയങ്ങളിലുമൊക്കെ ഈ കുട്ടികൾ വന്ന് എന്നെ കല്ലെറിയുമ്പോ അവർക്ക് ഞാൻ കൊടുക്കുന്നത് പഴുത്ത പഴങ്ങളാണ്, നല്ല മധുരമുള്ള പഴങ്ങളാണ് ഞാൻ കൊടുക്കുന്നത്. അവരുടെ ഏറെല്ലാം സ്വീകരിച്ച് അവർക്ക് സന്തോഷം കൊടുക്കുകയാണ്. ശിബിലി തിരിച്ചെറിയണ്ട, തിരിച്ച് അവരെ എറിയണ്ട. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ മഹത്തുക്കളായ മഹാരഥന്മാർ അവർ മരിക്കാൻ കിടക്കുന്ന സമയത്തങ്ങ് കരയുമ്പോ ആളുകൾ ചോദിക്കുന്നു, എന്തിനാണ് കരയുന്നത്? ആ സമയത്ത് ശിബിലി തങ്ങൾ പറഞ്ഞത്, ദുനിയാവിൽ നിന്ന് പെട്ടെന്ന് പോകുന്നത് കൊണ്ട് കരയുന്നതല്ല. ഞാൻ കരഞ്ഞത് ഇന്നലെ വരെ പാതിരാവോളം എന്റെ റബ്ബിന് ഞാൻ നിസ്കരിച്ചിരുന്നല്ലോ, അവർക്ക് ഞാൻ ദിക്ർ ചൊല്ലിയിരുന്നല്ലോ, എന്റെ റബ്ബിന് ഞാൻ തസ്ബീഹ് ചൊല്ലിയിരുന്നല്ലോ. അതെനിക്ക് നഷ്ടപ്പെടുകയാണല്ലോ കൂട്ടരെ. ആ നിസ്കാരത്തിന്റെ രസം എനിക്ക് നഷ്ടപ്പെട്ടു. ആ ദിക്റിലേക്ക് ലയിച്ചു ചേരുമ്പോൾ കിട്ടിയിരുന്ന ആനന്ദം എനിക്ക് നഷ്ടപ്പെട്ടു. ആ സന്തോഷം എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി അതെനിക്കില്ലല്ലോ. ഇതോർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് ശിബിലി റളിയല്ലാഹു അൻഹു പറയുമ്പോ, ഉമ്മമാരെ, സഹോദരിമാരെ, ഒരു രാത്രി പകുതിയോളം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ റബ്ബിലേക്കൊന്ന് മുന്നിട്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥന നടത്തിയതുണ്ടായിട്ടുണ്ടോ? പാതിരാവോളം 10 മണിയങ്ങാകുമ്പോഴേക്കും ഉറക്കമായി. സുബ്ഹാനല്ലാഹ്, മഹാന്മാരെ കണ്ടില്ലേ നിങ്ങള്? അതാ അവരങ്ങ് ഉറങ്ങിപ്പോയി. രാത്രിയിൽ ഇബാദത്തെടുത്തു, നിസ്കരിച്ചു, തസ്ബീഹ് ചൊല്ലി കുറേ സമയം അങ്ങനെ ഉറക്കമൊഴിച്ചതിന്റെ പേരിൽ സുബഹിക്ക് തഹജ്ജുദ് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. സുബഹിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോൾ അതാ മരച്ചില്ലകളിലിരുന്ന് പക്ഷികള് തസ്ബീഹ് ചൊല്ലുന്നു, പറവകൾ തസ്ബീഹ് ചൊല്ലുന്നു.
സുബ്ഹാനല്ലാഹ്. അവർ പറയുകയാണ്, എത്ര നാശം, എനിക്ക് എത്ര നാശം സംഭവിച്ചു. യജമാനനായ റബ്ബിന്റെ ഔദാര്യങ്ങൾ സ്വീകരിച്ചിട്ട് ഈ രാത്രിയിൽ എന്റെ തഹജ്ജുദ് ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ. നേരത്തെ എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിച്ച് സുബഹിയുടെ ആ പ്രത്യേകമായ ദിക്റുകൾ ഞാൻ ഒഴിവാക്കിയല്ലോ. ബുദ്ധിയില്ലാത്ത ഈ പറവകൾ എഴുന്നേറ്റ് അതിരാവിലെ കൂട്ടിൽ നിന്ന് ഇറങ്ങി അതാ അവര് റബ്ബിന് തസ്ബീഹ് ചൊല്ലുന്നു, ദിക്റ് ചൊല്ലുന്നു, അല്ലാഹുവിനെ ഓർക്കുന്നു. ഇങ്ങനെയുള്ള മഹാന്മാരും ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരുന്നു, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ചിരുന്നു. അവർക്കൊക്കെ കിട്ടിയ ഗേഹം ഏതാണെന്നറിയണ്ടേ? നമ്മൾ പറയാൻ പോകുന്ന സ്വർഗമാണ് കേട്ടോ. ആ സ്വർഗത്തിലേക്ക് അവർ ഓടി അടുത്തില്ലേ? ഈ കുറഞ്ഞ കാലം ഈ താഴ്ന്ന ദുനിയാവിൽ ഞാനും നിങ്ങളൊന്ന് മനസ്സിലാക്കുകയാണ് എങ്കിൽ, ഒന്ന് പരിശ്രമിക്കുകയാണ് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, കിട്ടാൻ പോകുന്നത് ശാശ്വതമായ വിജയമല്ലേ? ഒരിക്കലും നാശമില്ലാത്ത വിജയമല്ലേ? ഈ താഴ്ന്ന ദുനിയാവിൽ എന്നാണെന്നറിയില്ല, എപ്പോഴാണെന്നറിയില്ല, എവിടെ വെച്ചാണെന്നറിയില്ല, അത്രമാത്രം ഉറപ്പില്ലാത്ത, ഗ്യാരണ്ടി ഇല്ലാത്ത ജീവിതവുമായി നടക്കുന്ന ഞാനും നിങ്ങളും ഒന്ന് മനസ്സ് വെക്കുകയാണ് എങ്കിൽ, ഒന്ന് പരിശ്രമിക്കുകയാണ് എങ്കിൽ, എനിക്കും നിങ്ങൾക്കും റബ്ബ് തരാൻ പോകുന്ന ഗേഹം അത് സ്വർഗമാണ് കേട്ടോ. അത് മുത്തഖീങ്ങൾക്ക് അല്ലാഹു വാക്ക് കൊടുത്തതാണ് കേട്ടോ. മഹാനായ വസാരി ഇമാം തന്റെ മിൻഹാജുൽ ആബിദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നു. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ഈ ഭൂമി ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയി. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു മരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിൽ അങ്ങ് കാണുന്നു. ഉസ്താദേ, എന്താണ് അവസ്ഥ? എവിടെയാണ് ഉള്ളത്? ഭൂമിയിൽ നല്ലതുപോലെ ജീവിച്ച ആളാണ്, അറിയാം. പക്ഷേ റബ്ബിന്റെ മുമ്പിൽ പരാജയത്തിലാണോ വിജയത്തിലാണോ? സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ആ സമയം ആ ശിഷ്യന് പാടിക്കൊടുക്കുന്നു, നദർതു ഇലാ റബ്ബി അയാനൗ ഫഖാല ലീ ഹനീഅൻ റിളാഇ അൻക യബ്നാ സഈദി. ഞാൻ അങ്ങ് മരിച്ചു ചെന്നു എന്റെ റബ്ബിന്റെ അരികിലേക്ക് എത്തിയപ്പോൾ ഞാൻ എന്റെ റബ്ബിന്റെ ഭാഗത്തേക്കൊന്നു നോക്കി. എന്റെ റബ്ബ് എന്നോടുള്ള സമീപനം എന്താണെന്നറിയാൻ എന്റെ റബ്ബിന്റെ ഭാഗത്തേക്ക് അങ്ങ് ഞാൻ നോക്കിയപ്പോൾ ഫഖാല ലീ, എന്റെ റബ്ബ് എന്നോട് പറഞ്ഞു, ഹനീഅൻ റിളാഇ അൻക യബ്നാ സഈദി, മംഗളമുണ്ട്, എന്റെ തൃപ്തിയുണ്ട്, മംഗളമുണ്ട്, നിനക്ക് സന്തോഷകരമായ അവസ്ഥയുണ്ട്. ലഖദ് കുന്ത ഖവ്വാമൻ ഇദൽ ലൈലു ഖദ്ദുജാ, ഇരുൾ മുറ്റിയ രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ശരീരത്തിൽ കരിമ്പടം വലിച്ചിട്ട് സുഖനിദ്രയിലായി കിടക്കുന്ന സമയത്ത് ശക്തമായ ഇരുൾ മുറ്റിയ രാത്രിയിൽ നീ എഴുന്നേറ്റ് എനിക്ക് വേണ്ടി നിസ്കരിച്ച വ്യക്തിയല്ലേ? لقد كنت قواما إذا الليل قد جاء بعيرات مشتاق وقلبي أميدي. രാത്രിയിൽ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിച്ച് എന്നോട് ആത്മാർത്ഥമായി പ്രാർത്ഥന നടത്തി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി തപിക്കുന്ന ഹൃദയവുമായി എന്നോട് നീ സംസാരിച്ചിരുന്നവനല്ലേ പുലരുവോളം. അതുകൊണ്ട് നിനക്ക് എല്ലാവിധ മംഗളമുണ്ട്, എല്ലാവിധ ആശംസയുമുണ്ട്. ഫദൂനക ഫഖ്തർ അയ്യ ഖസ്രിൻ തുരീദുഹു
സ്വർഗത്തിൽ നിന്ന് അതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്ന കൊട്ടാരം നീ എടുത്തോ, മണിമാളിക നീ എടുത്തോ, നിനക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ അത് നീ എടുത്തോ എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് സംസാരമുണ്ടായി. നിന്നെ തൊട്ട് ഞാൻ വിദൂരസ്ഥനല്ല, നിന്നെയും നീയുമായി ഞാൻ അടുത്തവനാണ്, വിദൂരസ്ഥനല്ല. അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് സ്വർഗലോകത്ത് നിന്ന് നിനക്ക് എടുക്കാം. എന്താണ് നിനക്ക് വേണ്ടത് എങ്കിൽ അതെല്ലാം നിനക്ക് തരാം കേട്ടോ. ഖബറിൽ രക്ഷപ്പെട്ടാൻ, മഹ്ശറിൽ രക്ഷപ്പെടാൻ പാതിരാ സമയത്ത് എഴുന്നേറ്റു അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കൂ, തഹജ്ജുദ് നിസ്കരിക്കൂ, വിത്ർ നിസ്കരിക്കൂ, പാതിരാ സമയത്ത് പടച്ചുറപ്പിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥന നടത്തൂ. ഇതൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള അവസരങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അമലുകളിൽ നല്ല ഉന്മേഷവും ആനന്ദവും നമുക്കുണ്ടാകണം. എന്നാലേ അതുകൊണ്ട് കാര്യമുള്ളൂ. ആരെങ്കിലും കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യവും അതുകൊണ്ടില്ല. തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടെ പ്രവർത്തിക്കൂ, എന്നാൽ പ്രതിഫലം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസവും നമ്മൾ ക്ലിയർ ആക്കണം. കർമ്മം ക്ലിയർ ആകണം, വിശ്വാസം ക്ലിയർ ആകണം. വിശ്വാസത്തിൽ അപാകത സംഭവിച്ചു പോയാൽ സുബ്ഹാന ജല്ല ജലാലുഹു കർമ്മങ്ങൾക്ക് സ്വീകാര്യതയില്ല. വിശ്വാസത്തിൽ അപാകത സംഭവിച്ചാൽ ആ വിശ്വാസത്തിന്റെ മേലിൽ എടുക്കുന്ന കർമ്മങ്ങൾക്ക് സ്വീകാര്യതയില്ല. നിങ്ങൾ നോക്കൂ, ഈ മദ്രസ നിലനിൽക്കണമെങ്കിൽ അതിന് കോൺക്രീറ്റ് പാകിയ, കരിങ്കല്ല് കെട്ടിയ ദൃഢമായ ഭദ്രമായ തറ അനിവാര്യമാണ്. അതിന് പുറമെയാണ് ഫില്ലറും കൊടുക്കുന്നത്. എന്തിനാണ്? മുകളിൽ ഇനി വരാൻ പോകുന്ന ലോഡുകളെല്ലാം ഇത് താങ്ങി നിർത്തണം. ഇതുപോലെയാണ് നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു സംവിധാനിച്ച തൗഹീദ്, വിശ്വാസം എന്ന് പറയുന്നത്. അതിന് അപാകത സംഭവിച്ചാൽ, അതിന് കോട്ടം സംഭവിച്ചാൽ അതിന്റെ മേലിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം ശൂന്യമായി പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മുടെ വിശ്വാസത്തിൽ മായം ചേരാൻ പാടില്ല, ആദർശത്തിൽ മായം ചേരാൻ പാടില്ല. പല വിഭാഗങ്ങളായി മുസ്ലിം സമുദായം ഇവിടെ ഭിന്നിച്ചു പോകുമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. സതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല, 73 വിഭാഗം, 73 വിഭാഗമായി എന്റെ ഉമ്മത്ത് മാറും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ് കേട്ടോ. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു പാർട്ടി ഒഴികെ എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഖാലു, സഹാബത്ത് ചോദിച്ചു, മൻ ഹിയ യാ റസൂലല്ലാഹ്, ആരാണ് ആ പാർട്ടി, ആരാണ് ആ വിഭാഗം എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഖാല മാ അന അലൈഹി വസ്വഹാബി, ഞാനും എന്റെ സ്വഹാബത്തും അനുധാവനം ചെയ്തു പോന്ന ആ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാണ്, ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് ആ വിജയികൾ എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ മായം ചേരാൻ പാടില്ല, ആദർശത്തിൽ മായം ചേരാൻ പാടില്ല. അത് വലിയ ഗൗരവമുള്ള സംഗതിയാണ്. ചില കാര്യങ്ങൾ വളരെ നിസ്സാരത്തോടു കൂടെ നമ്മൾ പറയാറില്ലേ, ചില കാര്യങ്ങൾ വളരെ നിസ്സാരത്തോടു കൂടെ, എന്താ ഉസ്താദെ, നെഞ്ചിന്റെ മേലെ കൈയെട്ടിയാൽ എന്താ, താഴെ കൈയെട്ടിയാൽ എന്താ, ഇനി കൈ കെട്ടിയില്ലെങ്കിൽ എന്താ, അതൊക്കെ ഒരു വലിയ വിഷയമാക്കി ചർച്ച ചെയ്ത് പ്രസംഗിക്കാനും അല്ലെങ്കിൽ അതിനുവേണ്ടി ഇവിടെ മറ്റു പ്രവർത്തനം നടത്താനും ഒക്കെ തുനിയണോ നമ്മൾ ചോദിക്കാറില്ലേ? അതൊരു നിസ്സാര സംഗതിയായിട്ടാണ് പലരും കാണുന്നത്. എന്നാൽ അതൊരു നിസ്സാര സംഗതിയാണോ? അല്ലല്ലോ. കൈ കെട്ടേണ്ടത് എവിടെയാണ് എന്ന് ഫുഖഹാക്കൾ പറഞ്ഞു. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു? സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ എപ്രകാരം നിസ്കരിച്ചോ അപ്രകാരം നിങ്ങൾ നിസ്കരിക്കുക. കണ്ടോ നിങ്ങൾ, നിസ്കാരം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ഞാനാണ്, എനിക്കാണ് അല്ലാഹു ആ സംഗതി തന്നത്. അത് ഞാൻ നിങ്ങൾക്ക് നിസ്കരിച്ചു കാണിച്ചു തന്നു. ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ പഠിപ്പിച്ചു, പ്രാക്ടിക്കലായി. കിതാബിലുള്ളത് പറഞ്ഞു തരികയല്ല. ജിബ്രീൽ അലൈഹിസ്സലാം നിസ്കരിച്ച് കാണിച്ചു തന്നു എനിക്ക്, ഞാനത് കണ്ടു പഠിച്ചു. ഇതുപോലെ നിങ്ങൾ എന്റെ നിസ്കാരം കണ്ടു, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചത് എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
നിസ്കരിച്ചപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞു? അങ്ങോട്ട് തിരിയണം. നിസ്കരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ റുക്കൂ ചെയ്തു, എങ്ങനെ സുജൂദ് ചെയ്തു, എങ്ങനെ ഇഅ്തിദാൽ ചെയ്തു, എങ്ങനെ അത്തഹിയാത്തിലിരുന്നു, അതുപോലെ ചെയ്യണം. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈ കെട്ടിയത്, അതുപോലെ കെട്ടണം. ചില ആളുകൾ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ട്രാൻസ്ഫോമറിന്റെ മേലൊക്കെ ഡേഞ്ചറിന്റെ ഒരു ചിഹ്നം വെക്കുന്ന പോലെ ചില ആളുകൾ ഇങ്ങനെ വെക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ വെച്ച് നിസ്കരിക്കാറുണ്ട്. ചോദിക്കട്ടെ, അവർക്ക് അങ്ങനെ വെക്കാൻ ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ ചെയ്യുന്നത്? അതൊരു നിസ്സാര സംഗതിയായി നമ്മൾ പറയാറില്ല. അത് ഉസ്താദ് അവിടെ ഇങ്ങനെ വെച്ച് ചിലപ്പോൾ ശ്വാസം മുട്ടുണ്ടാവും, അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ വെച്ചതായിരിക്കും. ശ്വാസം കിട്ടാൻ വേണ്ടി ഇടയ്ക്കിടെ ഇങ്ങനെ കൊട്ടാലോ, അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും വെക്കണത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ സൂക്ഷിക്കപ്പെടേണ്ട ഒരു വസ്തുവാണ്, നിങ്ങൾ എന്നിലേക്ക് അടുക്കരുത് എന്ന് നമ്മൾ ട്രാൻസ്ഫോമറിൽ വെക്കുന്നത് പോലെ തന്നെ ആ ഒരു നിലയ്ക്ക് മറ്റുള്ളവരൊക്കെ എന്നിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് ഉദ്ദേശിച്ചു കൊണ്ടും ആകാം. ചില അങ്ങനെ ആളുകളുണ്ടല്ലോ, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവന്റെ അടുത്ത് ഞാൻ നിൽക്കൂല, ഞാൻ മാറി നിൽക്കും, ഞാൻ അപ്പുറത്തുക്കുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകൾ, ഫാന്റെ ചോട്ടിൽ പോയി നിൽക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, അങ്ങനെ വെക്കാൻ അതൊരു നിസ്സാര സംഗതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വെച്ചിട്ടില്ല, അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. മദ്ഹബിന്റെ 4 ഇമാമിങ്ങൾ, മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരൊറ്റ ഇമാമും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് തെളിവ്? തെളിവുണ്ടാവണോ? എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. നേരത്തെ ആ ചെന്നായ പറഞ്ഞതുപോലെ ആ ചെന്നായക്ക് ഒരു ന്യായം ഉണ്ടായിരുന്നല്ലോ. മറ്റുള്ളവരുടെ മുതല്, ആ ആട്ടിടന്റെ മുതൽ അവനോട് ചോദിക്കാതെ തട്ടിയെടുത്ത് ആക്രമിച്ചെടുത്തിട്ട് അവൻ ന്യായം പറഞ്ഞല്ലോ, പടച്ചോൻ എനിക്കതാണെന്ന്. അങ്ങനെ പടച്ചോൻ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കും? മറ്റൊരുത്തന്റെ മുതൽ തട്ടിയെടുത്ത് നിന്നോളാൻ പറയോ? അല്ലാഹു ഇല്ല. അതവൻ ചെയ്തത് അക്രമമാണ്, പക്ഷെ ആ അക്രമത്തിനും അവൻ ന്യായം കണ്ടെത്തി. എന്നതുപോലെ ഇവര് അതിന് ന്യായം പറഞ്ഞു. എന്ത്? ഹദീസിലുണ്ട്, നിസ്കരിക്കുമ്പോൾ നെഞ്ചിന് മേലെ കൈകെട്ടണം. അലസ്വദരി എന്ന് ഹദീസിലുണ്ട് എന്ന് ഈ പറയുന്ന ആളുകൾ പറയുന്നു. കൂട്ടരെ, അലസ്വദരി എന്ന് അവിടെ മാത്രമല്ലല്ലോ, പല സ്ഥലത്തും ഇല്ലേ? നിങ്ങൾ നോക്കൂ, അലസ്വദരി അവർ പറയുന്ന നെഞ്ചിന്റെ മേലെ എന്നതിനർത്ഥം വെച്ചു. ഈ അല എന്ന വാചകം ശരിക്ക് എന്റെ ചെറുപ്പക്കാരും സഹോദരിമാരും ഉമ്മമാരും ഒക്കെ മനസ്സിലാക്കണം. ഈ അല എന്ന വാചകത്തിന് മേലെ എന്ന് അർത്ഥമെങ്കിൽ അസ്വലാത്തു അലൽ മയ്യിത്തി, എങ്ങനെയാണ് അവിടെ അർത്ഥം വെക്കുക? മയ്യത്തിന്റെ മേലെ നിസ്കരിക്കൂ എന്നല്ലേ? മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് ഇമാം മയ്യത്തിന്റെ മേലെ കയറി നിസ്കരിക്കും. മയ്യത്തിന്റെ മേലെ ദുആ ചെയ്യുക, മയ്യത്തിന്റെ മേലിൽ ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ മയ്യത്തിന്റെ മേലെ കയറി നിന്ന് ദുആ ചെയ്യുക അല്ലല്ലോ. അതിന്റെ അർത്ഥം ഇമാമിയങ്ങൾ പഠിപ്പിച്ചു, മയ്യത്തിന്റെ അടുക്കൽ, മയ്യത്തിന്റെ അടുക്കൽ, അലസ്വദരി നെഞ്ചിന്റെ അടുക്കൽ. ആ അലക്ക് ഇമാമിയങ്ങൾ അർത്ഥം പറഞ്ഞു തഹ്ത സ്വദരി, നെഞ്ചിന്റെ താഴ്ഭാഗത്ത് മയ്യത്തിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യൂ, മയ്യത്തിന്റെ അടുക്കൽ വെച്ച് നിസ്കരിക്കൂ. അല്ലാതെ മയ്യത്തിന്റെ മേലെ നിസ്കരിക്കലല്ല, മയ്യത്തിന്റെ മേലെ കയറി നിന്ന് നിസ്കരിക്കലല്ല. ഇത് വലിയ ഗൗരവമുള്ള സംഗതിയാണ് എന്ന് ഒരൊറ്റ ഉദാഹരണം കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയതാണ്. ആഖിബത്ത് കേടുവന്നു പോയാൽ, ആദർശം പിഴച്ചു പോയാൽ ഈ സ്വർഗത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേരും? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടക്കുന്ന സ്വർഗ്ഗം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കടക്കുന്ന സ്വർഗ്ഗം, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അവരൊക്കെ കടക്കുന്ന സ്വർഗ്ഗത്തിലേക്ക് പോകാനല്ലേ നമ്മൾ പണിയെടുക്കുന്നത്? ആലിമു ഖുറൈശി യംലഉ തിബാഖൽ അർളി ഇൽമാ. മോനെ, എന്റെയും നിങ്ങളുടെയും മദ്ഹബിന്റെ ഇമാമായ ഷാഫി ഇമാമിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിജ്ഞാനം നിറക്കുന്ന ഒരു ഖുറൈശി പണ്ഡിതൻ വരാനുണ്ട് പിൽക്കാലത്ത്. ആ ഖുറൈശി പണ്ഡിതനാണ് ഷാഫി ഇമാം. ഷാഫി ഇമാമിന് തിരിയാത്ത ഒന്ന് എനിക്ക് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ, ഷാഫി ഇമാമിന്റെ, ഷാഫി മദ്ഹബുകാരായ നമ്മൾ ഷാഫി ഇമാമിന് അറിയാത്ത ഒന്ന് എനിക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഷാഫി ഇമാമിന് അറിയാത്ത ഒന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ, നമ്മളെക്കാളും ആ വിഷയത്തിൽ വിഡ്ഢികൾ ലോകത്ത് വേറെയുണ്ടോ? പ്രിയപ്പെട്ടവരെ, അത് വലിയ ഗൗരവമുള്ള സംഗതിയാണ്, ഒരു നിസാര സംഗതിയല്ല എന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആദർശം അത് മരണം വരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ആദർശത്തിലായി, ഏതൊരു ആദർശമാണോ നമ്മുടെ മാതാപിതാക്കൾ, പൂർവീകരന്മാർ, ഉസ്താദന്മാർ നമുക്ക് കൈമാറി തന്നത്, ആ ആദർശത്തിലായി ജീവിക്കണം കേട്ടോ. മാറിപ്പോകാൻ പാടില്ല. റമളാനാണ് വരുന്നത്, തറാവീഹ് 20 റക്അത്ത് എത്ര വർഷമായി നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. സൗദി അറേബ്യയിൽ പോയവർക്ക് കാണാം,
അവിടെ മസ്ജിദുൽ ഹറമിൽ തറാവീഹ് 20, മസ്ജിദുൻ നബവിയിൽ തറാവീഹ് 20, ബൈത്തുൽ മുഖദ്ദസിലും തറാവീഹ് 20. ചില ആളുകൾക്ക് മാത്രം തറാവീഹ് 8. ആ 8-ന് അവർക്ക് എന്താണ് തെളിവ്? ഒരു തെളിവുമില്ല. ഞങ്ങൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, ഞങ്ങൾ ഒരു പ്രത്യേക വിഭാഗം. അങ്ങനെയാണെങ്കിൽ നമുക്കതിൽ യാതൊരു വിരോധവുമില്ല. ഒരു മതത്തിൽ എത്രയോ ശാഖകളായി പല മതങ്ങളായി പലരും ഇവിടെ ഉണ്ടാകാറുണ്ട്. 73 എന്ന് പറഞ്ഞതിൽ ഒരു വിഭാഗമാണ് നിങ്ങളെ എന്നേ ഞങ്ങൾ അതിനെ കുറിച്ച് പറയുകയുള്ളൂ. കാരണം ലോകത്ത് തറാവീഹ് 20 നടക്കുന്നു. ഞാൻ തിരിഞ്ഞു നിസ്കരിക്കുന്ന, നിങ്ങളും തിരിഞ്ഞു നിസ്കരിക്കുന്ന പരിശുദ്ധമായ കഅബാലയത്തിൽ തറാവീഹ് നിസ്കരിക്കുന്നു. ഇവിടെയാണ് ഇല്ലാത്തത്. ചില മുജാഹിദ് പള്ളികളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളികളിലും 8 നിസ്കരിക്കുന്നു. അതൊരു ആധികാരിക തെളിവല്ലല്ലോ. ആരെങ്കിലും ചെയ്യുന്നത് തെളിവാണോ? നിങ്ങൾ നോക്കൂ, അവിടെ തറാവീഹ് ഇപ്പോഴും അങ്ങനെയല്ലേ, ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും തിരിഞ്ഞു നിസ്കരിക്കുന്ന ആ പരിശുദ്ധമായ ഗേഹം അവിടെ ഈ 20 റക്അത്ത് ഭംഗിയായി നിർവഹിക്കുമ്പോൾ അത് വിട്ടുകൊണ്ട് നമുക്ക് മറ്റൊന്ന് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ നിസാര വിഷയമായി നമ്മൾ എണ്ണുന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളുടെ ഗൗരവമാണ് ഓർമ്മപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, തറാവീഹ് നമസ്കാരം മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഒരൊറ്റ ഇമാമിന്റെ കീഴിലായി 20 റക്അത്ത് നടപ്പിലായത് കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹ് 20 നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ നിസ്കരിക്കുന്നത് പോലെ ഒരൊറ്റ ജമാഅത്തായി നിസ്കരിച്ചിട്ടില്ല, ഒരു ഇമാമിന്റെ കീഴിലായി നിസ്കരിച്ചിട്ടില്ല. അതിന്റെ കാരണങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. നമുക്കിവിടെ തെളിവെന്താണ്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയല്ലേ ഈ 20 റക്അത്തിന്റെ വിരോധികൾ 8 റക്അത്ത് നിസ്കരിക്കണമെന്ന് പറയുന്നവർ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിന്റെ ബൗണ്ടറിക്ക് പുറത്താക്കി. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ടുവന്നു എന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, അത് ഗൗരവം തന്നെയാണ് കേട്ടോ. യാ ഉമർ അൻത ഫിൽ ജന്ന, ഉമരേ നീ സ്വർഗത്തിലാണ് കേട്ടോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചത് വളരെ ഭംഗിയായി നിർവഹിച്ചപ്പോ അക്കാലത്തെ മുഴുവൻ സ്വഹാബത്തും അതിനെ അംഗീകരിക്കുകയല്ല ചെയ്തത്, അതിനെ അംഗീകരിച്ച് അവരുടെ പിന്തുണ പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. ഒരൊറ്റ സ്വഹാബിയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ നടപടിയെ ചോദ്യം ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇന്നേ വരെ അത് മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ഒരു ആചാരമായി മാറിപ്പോയില്ലേ, അത് എല്ലാവരും അംഗീകരിച്ചില്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതൊന്നും നിസ്സാരമാണെന്ന് ധരിച്ചു പോകണ്ട. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉപ്പമാരെ, ഉമ്മമാരെ, അല്ലെങ്കിൽ സഹോദരിമാരെ, നിങ്ങൾ അതൊക്കെ ഒരു നിസ്സാര സംഗതിയാണ്. അതിലെന്തിനെ തർക്കിക്കണം? 8-8, 20-20, അതൊന്നുമല്ല. തറാവീഹ് നിസ്കരിച്ചില്ലെങ്കിൽ വിരോധമില്ല, അതുകൊണ്ട് അവർക്ക് കുറ്റമില്ല. സുന്നത്തായ ഒരു കർമ്മമാണ്, അള്ളാഹു അതിന്റെ പേരിൽ ശിക്ഷിക്കുകയില്ല. പക്ഷേ അള്ളാന്റെ റസൂൽ നടപ്പിൽ വരുത്തിയ ഒരു സംഗതി, അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതിന്റെ എണ്ണം കുറച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം, ആ പ്രവർത്തനമാണ് പ്രശ്നം കേട്ടോ. ഒരാൾ 20 നിസ്കരിച്ചില്ല, തീരെ നിസ്കരിച്ചില്ല, വിരോധമില്ല, അല്ലാഹു ശിക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ നിസ്കരിക്കേണ്ട എന്നല്ല. അത് വലിയ പുണ്യമുള്ള ഇബാദത്താണ്, റമദാനിലെ പ്രത്യേകമായ ഇബാദത്താണ്, അത് ചെയ്യണ്ട എന്നല്ല. പക്ഷേ ഒരാൾ അതിന്റെ റക്അത്തിന്റെ എണ്ണം കുറച്ചപ്പോ അള്ളാന്റെ റസൂലിനെ കണ്ടുപഠിച്ച സ്വഹാബത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിക്കണ്ട് ഇസ്ലാമിനെ പഠിച്ച സ്വഹാബത്ത്, നിസ്കാരം പഠിച്ച സ്വഹാബത്ത്, അവരെയൊക്കെ മോശക്കാരാക്കി, മദ്ഹബിന്റെ ഇമാമിങ്ങളെ മോശക്കാരാക്കി, മുൻഗാമികളെയൊക്കെ തിരിയാത്തവരാക്കി. ഞാനിപ്പോൾ ഇൽമുള്ള ആളായി മാറിപ്പോയ അതിന്റെ ഗൗരവം ചില്ലറയല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അള്ളാഹുവിനെ പേടിച്ച് പടച്ചുറപ്പിന്റെ പൊരുത്തത്തിലായി തഖ്വയിലായി ജീവിക്കണം. അതിന് നല്ല അമലുകൾ ചെയ്യണം, വിശ്വാസം ദൃഢമായിരിക്കണം. ആ വിശ്വാസത്തിൽ അല്പം പോലും മായം ചേരാൻ പാടില്ല. പ്രിയരെ, മരണമുണ്ട്, ഖബറുണ്ട്, പുനർജന്മമുണ്ട്, അതുപോലെ തന്നെ മഹ്ശറയുണ്ട്, വിചാരണയുണ്ട്, മീസാനിൽ നന്മതിന്മകൾ തൂക്കലുണ്ട്, സിറാത്ത് പാലമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇതൊക്കെ ഇനി നമുക്ക് വരാനുള്ള പല പല ഘട്ടങ്ങളാണ്. അവിടെയൊക്കെ രക്ഷപ്പെടണം. അവസാനമല്ലേ നമ്മൾ സ്വർഗത്തിലോ നരകത്തിലേക്കോ എന്ന് വേർതിരിക്കുന്ന ആ അവസാന പോയിന്റിലേക്ക്
എത്തുകയുള്ളൂ. എല്ലാം കഴിഞ്ഞ് അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനമുണ്ട്, അതിലേക്ക് നമ്മൾ വരികയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, മരിച്ച് ഖബറിൽ നിന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂതി ഈ ലോകമങ്ങ് അവസാനിച്ച് സർവ്വതും തകർന്നു തരിപ്പണമായി. ആകാശഭൂമികളെല്ലാം തകർന്നു തരിപ്പണമായി. കുന്നുകളും മലകളും മരുവികളും കടലുകളും പുഴകളുമെല്ലാം അതെല്ലാം തകർന്നു തരിപ്പണമായി. എല്ലാം നശിച്ചു പോയി. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവിന്റെ ആ അളമത്തിന്റെ ആ വണ്ണത്തിന്റെ മുഖമല്ലാത്ത മറ്റല്ല, പടച്ചുറപ്പിന്റെ അളമത്ത് അധികാരമല്ലാത്ത മറ്റുള്ളതെല്ലാം നശിച്ചു പോയി കേട്ടോ. അങ്ങനെ ഈ ലോകം അവസാനിച്ച് ഖബറിൽ നിന്ന് നമ്മൾ മഹ്ശറയിലേക്ക് വരികയാണ്. പിന്നത്തെ യാത്ര മഹ്ശറയാണ്. ഖബർ കഴിഞ്ഞാൽ പിന്നെ അഭിമുഖീകരിക്കാനുള്ളത് മഹ്ശറയാണ്. ആ മഹ്ശറയിലേക്ക് ഖബറാളികൾ വരുന്ന രംഗം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ യുഹ്ശറു الناس يوم القيامة حفاة عراة غرلا. ഖിയാമത്ത് നാളിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഒന്നാമത്തെ ഊത്തിന് ശേഷം ഈ ലോകം അവസാനിച്ച് രണ്ടാമത്തെ ഊത്തിന് ശേഷം പുനർജന്മം സംഭവിക്കുമ്പോൾ, പിന്നീട് ഒരു മഹ്ശറയിലേക്ക് നമ്മൾ നയിക്കപ്പെടുമ്പോൾ, ആ മഹ്ശറയിലേക്ക് ഖബറാളികൾ വരുന്ന രംഗം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹുഫാതൻ ഖുറാതൻ ഖുർലാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്, കാലിൽ ചെരുപ്പ് ധരിക്കാത്തവരായി, നഗ്നരായി, വസ്ത്രം ധരിക്കാത്ത നഗ്നരായി, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് എങ്ങനെ പോന്നോ അങ്ങനെയതാ ആ മഹ്ശറയിലേക്ക് ജനങ്ങൾ വരുന്നു. യുഹ്ശറു الناس يوم القيامة حفاة عراة غرلا. ആ രീതിയിൽ അങ്ങ് വരുന്നു എന്ന് പറഞ്ഞപ്പോ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹു അവിടെ ഒന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അന്നിസാഉ വർ-റിജാലു ജമീആ. നബിയേ, പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ചാണോ വരുന്നത്? അതോ പുരുഷന്മാർക്ക് വേറൊരു വഴി, സ്ത്രീകൾക്ക് വേറൊരു വഴി? നമ്മുടെ പരിപാടിയിൽ തന്നെ കണ്ടില്ല, കർട്ടൻ തിരിച്ച് സ്ത്രീകൾക്ക് പ്രത്യേകമായ വഴി, അവർക്ക് പ്രത്യേകമായ സൗകര്യം. ഇതുപോലെയാണോ നബിയേ? ആണും പെണ്ണും ഇടകലരാതെ രണ്ട് ഭാഗത്തിലൂടെയാണോ വരുന്നത്? അത് ചോദിക്കാനുള്ള കാരണം ഒരുമിച്ചാണെങ്കിൽ നബിയേ അവർ എന്റെ ഔറത്തിലേക്ക് നോക്കില്ലേ? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതുപോലെ നഗ്നരായ രൂപത്തിലാണ് മഹ്ശറയിലേക്ക് കൊണ്ടുവരുന്നത് എങ്കിൽ എന്റെ ഔറത്ത് മറ്റാള് കാണില്ലേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യാ ആയിഷ അൽ അംറു അശദ്ദു. ആയിഷ, മഹ്ശറ നീ വിചാരിക്കും പോലെയല്ല ആയിഷ, മഹ്ശറ നീ വിചാരിക്കും പോലെയല്ല ആയിഷ. അത് വല്ലാത്ത വേദനാജനകമായ ഒരു അവസ്ഥയാണ്. ആ മഹ്ശറയിൽ ഒരാൾക്ക് മറ്റൊരാളുടെ ഔറത്ത് കണ്ട് സന്തോഷിക്കാൻ അവസരമില്ല. ആരും അതിന് തുനിയുന്നില്ല. വസ്ത്രം ധരിച്ച പിന്നിന്റെ പിന്നാലെ ഓടി നടക്കുന്നവര് സുബ്ഹാനല്ലാഹ് ഈ രൂപത്തിൽ എങ്ങനെ മഹ്ശറയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോ ലജ്ജവതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടിയാണ്, ആയിഷ, മഹ്ശറം വലിയ കാര്യം തന്നെയാണ്. അതൊരു നിസാര സംഗതിയല്ല, വലിയ ഗൗരവമുള്ള സംഗതിയാണ് ആയിഷ.
അവിടെ ഒരാളുടെ അവറത്തിലേക്ക് നോക്കുന്നില്ല. ഉമ്മ മകനെ അറിയില്ല, മകൻ ഉമ്മയെ അറിയില്ല, ഭർത്താവ് ഭാര്യയെ അറിയില്ല. അങ്ങനത്തെ ഒരു വൻസഭ, അതാണ് മഹ്ശറ ആയിഷ. ആരും ആരെയും ശ്രദ്ധിക്കാനില്ല. ആ മഹ്ശറയിലേക്ക് ജനങ്ങൾ വരുന്നു. ആ മഹ്ശറയിൽ അവരങ്ങ് നിൽക്കുന്നു. ഒരു ചാൺമുകളിൽ സൂര്യനതാ ഉദിച്ചു നിൽക്കുന്നു. ഒരു ചാൺമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണ് ആ മഹ്ശറയിൽ. ആ മഹ്ശറയിലേക്ക് ജനങ്ങൾ വരുന്ന കോലമാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ആ മഹ്ശറയിൽ അവർ ആ സൂര്യന്റെ ചുവട്ടിൽ അങ്ങ് നിൽക്കുകയാണ്. അതേ, ആ നൃത്തം ഒന്നും സംഭവിക്കുന്നില്ല. ആരും ഒന്നും പറയുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. പടച്ചുറപ്പിന്റെ ഭാഗത്തു നിന്ന് ഒന്നും ഇല്ല. ഒരൊറ്റ നൃത്തം ആ സൂര്യന്റെ ചുവട്ടിലായി. എല്ലാവരും വിയർപ്പിലിങ്ങ് കുളിച്ചു മുങ്ങുകയാ. വിയർത്ത് ശരീരത്തിലെ മാംസങ്ങളെല്ലാം മടർന്ന് താഴേക്ക് വീഴുന്നുണ്ട്. വീണ്ടും അവർ ജീവിക്കുന്നുണ്ട്. ഈ സൂര്യന്റെ ചൂട് താങ്ങാൻ കഴിയുന്നില്ല. ഇന്നൽ അർഖലി യുൽസിമുൽ മർഉ ഫിൽ മൗഖിഫി ഹത്താ യഖൂൽ. ഇമാമിങ്ങൾ പറയുന്നു 50,000 കൊല്ലം. ആ ഓരോ ദിവസത്തിന് 1000 വർഷത്തിന്റെ ദൈർഘ്യം. അങ്ങനെയുള്ള 50,000 കൊല്ലമാണത്രേ മഹ്ശറയുടെ നൃത്തം എന്നൊരു കണക്ക്. അതിലപ്പുറമുണ്ടെന്ന് മറ്റു കണക്കുകളും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഒരൊറ്റ നൃത്തമാണ് മഹ്ശറയിൽ. സൂര്യൻ ഒരു ചാൺമുകളിൽ ആ നൃത്തത്തിൽ വയർപ്പിലങ്ങ് മുങ്ങിക്കുളിച്ച് വല്ലാത്ത വിഷമം അനുഭവിക്കുമ്പോ അവര് വിളിച്ചു പറയും, യാ റബ്ബേ അസുലൂകു ബി ഇലന്നാരി അഹ്വനു അലയ്യ മിമ്മാ അജ്ദഹു. അല്ലാഹുവേ, മഹ്ശറയിൽ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ആ കത്തിയാളുന്ന ജഹന്നമിലേക്ക് ഞങ്ങളെ നീ വലിച്ചെറിയൂ അല്ലാ. ആ ജഹന്നമിലേക്ക് ഞങ്ങളെ നീ വലിച്ചെറിയൂ അല്ലാ. എന്നാലും മഹ്ശറയിൽ ഞങ്ങളെ നിങ്ങൾ നിർത്തല്ല അല്ലാ. ഈ രൂപത്തിൽ മഹ്ശറയിൽ ഞങ്ങളെ നിർത്തല്ല അല്ലാ. നരകത്തിൽ ഞങ്ങളെ ഇട്ടാലും നരകത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചാലും മഹ്ശറയിൽ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അല്ലാ എന്ന് ആ ജനങ്ങളങ്ങ് പറയുമ്പോ വഹുവ യഅലമു മാ ഫീഹാ മിൻ ശിദ്ദത്തിൽ അദാബ്. അവർ അറിയുന്നുണ്ടോ ഈ മഹ്ശറയേക്കാളും എത്ര ഭയങ്കരമായ ശിക്ഷാ നടപടികളുള്ള നരകത്തിലേക്കാണ് അവർ പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന്. പക്ഷേ മഹ്ശറയിലെ ആ ഹിസാബ്, ആ ശിക്ഷ താങ്ങാൻ അവർക്ക് കഴിയുന്നില്ല. ആ നൃത്തം നിൽക്കാൻ അവർക്ക് പറ്റാത്തത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളെ നീ നരകത്തിലേക്ക് എറിഞ്ഞാലും ഈ മഹ്ശറയിൽ ഇനി ഞങ്ങളെ നിർത്തല്ല അല്ലാ. താങ്ങാൻ കഴിയുന്നില്ല അല്ലാ. ഒരു ദിവസം കറണ്ട് ഇല്ലെങ്കിൽ കിടന്നുറങ്ങാൻ കഴിയാത്തവരെ, മഴയങ്ങ് നിന്നാൽ ചൂടുകൊണ്ട് പൊറുതിമുട്ടുന്നവരെ, പ്രയാസപ്പെടുന്ന ഞാനും നിങ്ങളും ആ ഒരു ചാൺമുകളിൽ സൂര്യന്റെ താഴ്ഭാഗത്തായി നിൽക്കുമെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്, സംശയിക്കാൻ യാതൊരു വകുപ്പും ഇല്ലാത്തതാണ്. ആ മഹ്ശറയിലെ നൃത്തം കൊണ്ട് ജനങ്ങളങ്ങ് പൊറുതിമുട്ടുമ്പോ ഓടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കുന്നുണ്ട്, ഉരുണ്ടു മറിഞ്ഞു വീഴുന്നുണ്ട്. എവിടെ നിന്നാണ് ഒരു അഭയം കിട്ടുക? ആരാണ് ഒരു രക്ഷക്കുള്ളത്? ആരാണ് ഒരു സഹായത്തിനുള്ളത്? ആരെയാണ് സമീപിക്കേണ്ടത്? മന്ത്രിയുണ്ട് കേട്ടോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുണ്ട്, അമേരിക്കയുടെ പ്രസിഡന്റ് ഉണ്ട്. എല്ലാവരും കടന്നോടുകയാണ്, കൂട്ടിയിടിച്ചു വീഴുകയാണ്. എവിടെ നിന്നാണ് ഒരു സമാധാനം? ആർക്കാണ് ആ പേര് കൊടുക്കേണ്ടത്? ആരെ പോയാണ് കാണേണ്ടത്? ഏത് വാതിലിലാണ് മുട്ടേണ്ടത്? ഓടി 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 അവസാനം അബൂനാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് എത്തുന്നു. ഞങ്ങളുടെ പിതാവേ, രക്ഷപ്പെടുത്തണേ, മഹ്ശറയുടെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ആദം നബി അലൈഹിസ്സലാം പറയുന്നു, ഇന്ന റബ്ബീ ഖദ് ഗളിബൽ യൗമ ഗളബാ ലം യഗ്ളബ് മിസ്ലഹു ഖബ്ലഹു വലൻ യഗ്ളബ് ബഅദഹു മിസ്ലഹു. കഴിയൂല കൂട്ടരെ,
കഴിയൂല. എനിക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഞാൻ എന്റെ സ്വന്തം നഫ്സിനെ കുറിച്ച് ചിന്തിച്ച് പേടിച്ചിരിക്കുകയാണ്. നഫ്സി നഫ്സി, എനിക്ക് എന്താണാവോ സംഭവിക്കാൻ പോകുന്നത്? എന്റെ റബ്ബിന്റെ ഭാഗത്തു നിന്ന് എനിക്ക് എന്താണാവോ വരാൻ പോകുന്നത്, സംഭവിക്കാൻ പോകുന്നത്? ഞാൻ പേടിച്ചിരിക്കുന്നു. ഇന്ന റബ്ബേ, നിശ്ചയം എന്റെ റബ്ബ് ഖദ് ഗളിബൽ യൗമ ഗളബാ, ഇന്നത്തെ ദിവസം വല്ലാത്ത ദേഷ്യത്തിലാണ്. ലം യഗ്ളബ് മിത്ലഹു ഖബ്ലഹു, എന്റെ റബ്ബിനെ ഇതുപോലെ ഇതിനു മുമ്പ് ഇങ്ങനെയൊരു ദേഷ്യപ്പെട്ട അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടില്ല കൂട്ടരേ. എന്റെ മക്കളെ, എന്റെ റബ്ബിനെ ഇതിനുപോലെ ഈ ദേഷ്യത്തിലായിരിക്കുന്നത് പോലെ ഇതിന്റെ മുമ്പ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. വലം യഗ്ളബ് ബഅദഹു മിത്ലഹു, ഇതിനു ശേഷം എന്റെ റബ്ബ് ഇതുപോലെ ദേഷ്യപ്പെടുകയുമില്ല. ഇന്നത്തെ ദിവസം വല്ലാത്ത ദേഷ്യത്തിലാണ് എന്റെ റബ്ബ്. ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിനെ മറന്ന് ജീവിച്ചവർക്ക് നേരെ അവൻ വല്ലാത്ത കോപത്തിലാണ്. അവൻ ചോദിക്കുന്നു, എവിടെടാ നിങ്ങളുടെ സഹായികള്? എവിടെടാ നിങ്ങളുടെ സഹായികള്? നിങ്ങളുടെ സംരക്ഷകരെവിടെ? വിളിക്കൂ അവരെ. നിങ്ങളെ ഭൂമിയിൽ നിങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നവർ, സംരക്ഷിച്ചുകൊണ്ട് നടന്നവര് ആരാണെന്ന് എനിക്ക് മേലെയായിട്ടുള്ളത്? ബലാ, ആരുമില്ല അല്ലാ, ഞങ്ങളുടെ രക്ഷിതാവ് നീയാണ് അല്ലാ. ജോർജ് ബുഷ് പറയുന്ന സമയമാണ്, ഇന്ത്യയുടെ പ്രസിഡന്റ് പറയുന്ന സമയമാണ്. ബലാ, നീയല്ലാതെ ഇലാഹില്ല അല്ലാ, നീയാണ് രാജാവ് അല്ലാ, നീയാണ് രാജാവ് അല്ലാ. ആദം നബി അലൈഹിസ്സലാം കൈയൊഴിയുന്നു. നിങ്ങൾ മറ്റ് പ്രവാചകന്മാരെ സമീപിക്കൂ. ഓടി 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 അവസാനം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് എത്തുകയാ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വരുന്നു. യാ മുഹമ്മദ് അൻത റസൂലല്ലാഹ്. വിശ്വസിക്കാത്തവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറി പറഞ്ഞവനും കാർട്ടൂൺ വരച്ച് പരിഹസിച്ചവനും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശമായി ചിത്രീകരിച്ചവനും അവനും പറയുന്നു, അൻത റസൂലല്ലാഹ്, നബിയേ അങ്ങാണ് ഞങ്ങളുടെ പ്രവാചകൻ. വഖാതിമുൽ അംബിയാ, അവസാനത്തെ നേതാവും പ്രവാചകനും അങ്ങ് തന്നെയാണ്. ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക, അങ്ങക്ക് അങ്ങയുടെ റബ്ബ് അങ്ങ് മുമ്പ് ചെയ്ത പാപങ്ങളും വമാ തഅഖറ, പിന്തി ചെയ്ത പാപങ്ങളും അല്ലാഹു പുറത്തു തന്നില്ലേ? അള്ളാഹു അങ്ങ് മുമ്പ് ചെയ്ത പാപങ്ങളും പിന്തി ചെയ്ത പാപങ്ങളും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാര് മഅ്സൂമീങ്ങളാണ്. അവർ ചെയ്യാൻ പോകുന്നതും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതും ഒക്കെ അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. മഅ്സൂമീങ്ങളാണ്, പാപം ചെയ്യുന്നവരല്ല. അള്ളാഹുവിന്റെ പാപ സുരക്ഷിതരായ പ്രവാചകരല്ലേ. അതുകൊണ്ട് ഇശ്ഫഅലനാ ഇലാ റബ്ബിക, അങ്ങയുടെ റബ്ബിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ പോകൂ നബിയേ. നബിയേ, ഞങ്ങൾക്ക് മഹ്ശറ താങ്ങാൻ കഴിയില്ല നബിയേ, ഞങ്ങൾക്ക് മഹ്ശറ താങ്ങാൻ കഴിയില്ല. മഹ്ശറയിലെ നൃത്തം ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നു, ഞങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു. നരകത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിക്കോട്ടെ നബിയേ, എന്നാലും മഹ്ശറയിൽ നിൽക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തീങ്ങളെ ഇത്രമാത്രം സ്നേഹിച്ച ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ല. ഉമ്മത്തീങ്ങളോട് ഇത്രമാത്രം സ്നേഹമുള്ള ആ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശിന്റെ ഭാഗത്തേക്ക് ഓടിച്ചെന്ന് അതാ സുജൂദിൽ വീഴുന്നു. അർശിന്റെ ഭാഗത്തേക്ക് ഓടിച്ചെന്ന് അല്ലാഹുവിനായി സുജൂദിലങ്ങ് വീഴുന്നു. സുജൂദിൽ കിടന്ന് കരയുന്നു. പൊട്ടി പൊട്ടി കരയുമ്പോ അല്ലാഹു യാ മുഹമ്മദ് ഇർഫഅ റഅസക, മുഹമ്മദേ തല ഉയർത്തൂ, മുഹമ്മദേ തല ഉയർത്തൂ.
വസൽ തുഅത, മുഹമ്മദേ ചോദിക്കൂ നൽകപ്പെടുന്നതാണ്. വശ്ഫഅതു ശഫഅ, ശുപാർശ ചെയ്യൂ സ്വീകരിക്കപ്പെടുന്നതാണ്. മുഹമ്മദേ നീ ചോദിച്ചാൽ ഞാൻ തട്ടില്ല, നിന്റെ ശുപാർശ ഞാൻ തട്ടില്ല, ചോദിക്കൂ നൽകാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ഉമ്മത്തി യാ റബ്ബി, ഉമ്മത്തി യാ റബ്ബി, ഉമ്മത്തി യാ റബ്ബി, എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ, എന്റെ സമുദായത്തിന്റെ അവസ്ഥ, എന്റെ ജനങ്ങളുടെ അവസ്ഥ നീ കണ്ടില്ല അല്ലാ, പരിഹാരം കാണണം അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി പറയുന്നു, അതോടെ മഹ്ശറയിലെ നൃത്തത്തിന് പരിസമാപ്തി കുറിക്കാൻ പോവുകയാണ് കേട്ടോ. 50,000 കൊല്ലം എന്നൊക്കെ പറയുമ്പോ സുബ്ഹാനല്ലാഹ്, അതൊരു നിസാരമായി കാണണ്ട. ഒരു ദിവസത്തിന് 1000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള 50,000 കൊല്ലമെന്ന് പണ്ഡിതന്മാർ അല്ല, അതിലും കൂടുതൽ ആ മഹ്ശറയിൽ അങ്ങ് നിർക്കൊണ്ട് നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥ. ആ സമയത്തും രക്ഷയുടെ കവാടം അല്ലാഹു ചിലർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. 7 വിഭാഗം ജനങ്ങൾക്ക് മഹ്ശറയിലെ തണല് കിട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ മഹ്ശറ വൻസഭയിൽ വിചാരണ നടക്കാൻ പോവുകയാണ്, വിചാരണ നടക്കാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസൂലു ഖദമാ അബ്ദിൻ ഹത്താ യുസ്അലു അൻ ഉംരിഹി ഫീമാ അഫ്നാ വഅൻ ഇൽമിഹി ഫീമാ ഫഅല ഫീഹി വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹു വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാ. ഈ 4 കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു ചോദിക്കുമ്പോൾ വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ, ആ മറുപടി പറയാതെ ആയിഷ ആ മഹ്ശറയിൽ നിന്ന് അവനക്കൊന്ന് കാല് മാറ്റി ചവിട്ടാൻ കഴിയില്ല, ആ കാലൊന്ന് പൊക്കി മാറ്റി ചവിട്ടാൻ അവനക്ക് കഴിയില്ല. ഈ 4 കാര്യങ്ങൾക്ക് അവൻ വ്യക്തമായി മറുപടി പറയണം ആയിഷ. ഓരോരുത്തരും പറയണം ആയിഷ. ഈ 4 കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു ചോദിക്കാൻ പോവുകയാണ്. ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുത്തില്ല എങ്കിൽ അവന്റെ കാര്യം പ്രശ്നത്തിലാണ്, ആ ഉമ്മയുടെ കാര്യം പ്രയാസത്തിലാണ് ആയിഷ. ഒന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ചോദിക്കുന്നു. എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? നിന്റെ ജീവിതത്തെ കുറിച്ച്, നിന്റെ ആയുസ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഹത്താ യുസ്അലു അൻ ഉംരിഹി ഫീമാ അഫ്നാ. 60 കൊല്ലം 70 കൊല്ലം ഭൂമിയിൽ നീ ജീവിച്ചില്ലേ മനുഷ്യ? എല്ലാ സുഖ സൗകര്യങ്ങളും നിനക്ക് നാം നൽകി നീ ഭൂമിയിൽ ജീവിച്ചില്ലേ? നിന്റെ ജീവിതം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? എങ്ങനെ നീ ജീവിച്ചു? എന്തിനായി നീ ജീവിച്ചു? മറുപടി പറയണം. മറുപടി പറയാതെ രക്ഷയില്ല. അല്ലാഹുവേ, 60 കൊല്ലം ഞാൻ ജീവിച്ചു. ഈ 60 കൊല്ലം ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അവിടെ അതാ വിവരിക്കപ്പെടുകയാണ്. ആ സമയത്തുമുണ്ട് കൂട്ടത്തിൽ കുറെ ആളുകൾ, അല്ലാഹ് നിന്റെ ദീനിന് വേണ്ടി ഞാൻ എന്റെ ജീവിതം സമർപ്പിച്ചു. ഷമ്മൂനുൽ ഗാസി പോലെ മഹാനായ 1000 കൊല്ലക്കാലം ജീവിച്ചു. 1000 കൊല്ലവും അല്ലാഹുവിന്റെ ദീനിന് ഖിദ്മത്തിലായി പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി ജീവിച്ച മഹാൻ. അവരൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ വന്ന്, പടച്ച റബ്ബേ, നിന്റെ ദീനിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് എന്നങ്ങ് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, എനിക്കും നിങ്ങൾക്കും എന്താണ് പറയാനുള്ളത്? ഒന്നാമത്തെ ചോദ്യമാണ്, നിന്റെ ആയുസ് 60ഉം 70ഉം അല്ലെങ്കിൽ 100ഉം 90ഉം ഒക്കെ കൊല്ലം ഭൂമിയിൽ ജീവിച്ചപ്പോൾ നിന്റെ ഈ ആയുസ് നീ എന്തിനാണ് ചെലവഴിച്ചത്? ഇതിന് മറുപടി പറയണം, വ്യക്തമായ മറുപടി. തിരക്കില്ല അവിടെ തിരക്കില്ല. നിസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്കിരിക്കാതെ എഴുന്നേറ്റ് പോകുന്നത് പോലെ, പടച്ചോനെ എനിക്ക് പല തിരക്കുണ്ട്, അതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ഒരു രക്ഷയുമില്ല. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പോന്ന് വകതിരിവായതിനു ശേഷം, ബുദ്ധിയും പ്രായപൂർത്തിയായതിനു ശേഷമുള്ള സകല കാര്യങ്ങളും അവിടെ അതാ അവൻ പറയുകയാണ്. പറയാതെ രക്ഷയില്ല. കാലൊന്ന് പൊക്കി മാറ്റി ചവിട്ടാൻ കഴിയില്ല ആയിഷ. രണ്ടാമത്തെ ചോദ്യം അതിനുടനെ തന്നെ വരുന്നു. രണ്ടാമത്തെ ചോദ്യം വരുന്നു, അൻ ഇൽമിഹി ഫീമാ ഫഅല ഫീഹി. നീ ധാരാളം പഠിച്ചില്ലേ? പല പ്രഭാഷണങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ ഖുർആൻ ക്ലാസ്സിൽ നിന്നും മദ്രസയിൽ നിന്നുമൊക്കെ അല്ലാതെയും നീ ധാരാളം ഇൽമ കരസ്ഥമാക്കിയില്ലേ? ഓതി പഠിച്ചവര് വേറെ പണ്ഡിതന്മാരോട് ചോദിക്കുന്നു, അല്ലാത്തവരോടും ചോദിക്കുന്നു, ഇൽമുള്ള ആളുകളോട് ചോദിക്കുന്നു. ആ ഇൽമു നീ എന്തിനാണ് ചെലവഴിച്ചത്? ആ ഇൽമു നീ എന്തിനാണ് ചെലവഴിച്ചത്?
ആ അറിവ് നീ ഏത് രൂപത്തിൽ ഉപയോഗപ്പെടുത്തി, എന്തിലായി ചെലവഴിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി കൊടുക്കണം. പടച്ചുറപ്പേ, നിസ്കാരത്തിന്റെ ഫർള് 14 ഞാൻ പഠിച്ചു, വുളൂഇൽ പ്രാർത്ഥന ഞാൻ പഠിച്ചു, വുളൂഇന് ശേഷമുള്ള പ്രാർത്ഥന ഞാൻ പഠിച്ചിട്ടുണ്ട്, നിസ്കാരത്തിന്റെ പ്രാർത്ഥനകളും ദിക്റുകളും ഞാൻ പഠിച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിയിട്ടില്ല, മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നാണോ എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത്? സുബ്ഹാനല്ലാഹ്. ഇമാമിങ്ങളോട് ചോദിക്കുമ്പോൾ അവർ പറയും, അല്ലാഹുവേ, ഞങ്ങൾ പഠിച്ചത് മുഴുവനും ഗ്രന്ഥങ്ങളിലാക്കി വെച്ചു, ഞങ്ങളെ ശിഷ്യന്മാർക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് പ്രചരിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. അവർ രക്ഷപ്പെടുന്നു. സാധുക്കളായ നമ്മുടെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ? പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ശ്രമിച്ചിട്ടുണ്ടോ? എത്രമാത്രം സുഖ സൗകര്യങ്ങൾ നൽകി, സമ്പത്ത് നൽകി, ലക്ഷങ്ങളുടെയും കോടികളുടെയും ബാങ്ക് ബാലൻസ് നിനക്ക് അല്ലാഹു തന്നു. ആ സമ്പത്ത് നീ എവിടെ നിന്നാണ് സമ്പാദിച്ചത്? എവിടെ നിന്നാണ് നീ അത് സമ്പാദിച്ചത്? വ്യക്തമായ മറുപടി കൊടുക്കണം അല്ലാഹുവിനെ. സുബ്ഹാനല്ലാഹ്. ഒരു നയാ പൈസയുടെ കണക്ക് പോലും അവിടെ പറയാതെ രക്ഷപ്പെടാൻ കഴിയില്ല. തട്ടിപ്പും വെട്ടിപ്പും പറയാൻ കഴിയില്ല. ആ മഹ്ശറയിൽ ചോദിക്കുമ്പോൾ കൈകൾ സാക്ഷിയാകും, കാലുകൾ സാക്ഷിയാകും. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ പറഞ്ഞില്ലേ, നാവ് പറയുമ്പോൾ കൈ സാക്ഷിയാകും. അല്ലാഹ് അങ്ങനെ ചെയ്തിട്ടില്ല. അവൻ ആ പറയുന്നത് പച്ചക്കള്ളമാണ്. അല്ലാഹുവേ, കാല് സാക്ഷിയാകും. പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ ആ ഘട്ടത്തിൽ അല്ലാഹുവിന്റെ ചോദ്യമാണ്, നിന്റെ സമ്പത്ത് നീ എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്? പലിശക്ക് പണം കൊടുക്കുന്ന മുസ്ലിമീങ്ങളില്ലേ? കൊള്ളപ്പലിശ നടത്തുന്നവരില്ലേ? പലിശ ബിസിനസ് ആക്കി കാണുന്നവരില്ലേ? അതിൽ നിന്ന് ലാഭം കൊയ്യുന്നവരില്ലേ? ഹറാമ് വിറ്റ് ജീവിക്കുന്നവരില്ലേ? ഹറാമ് വിറ്റ് ജീവിക്കുന്നവരില്ലേ? ഈ രംഗങ്ങളിലൂടെ സമ്പാദിച്ച സമ്പാദ്യത്തെ കുറിച്ച് പടച്ചറബിന്റെ മുമ്പിൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അവർ അവതരിപ്പിക്കുക? അല്ലാഹുവിന്റെ മുമ്പിൽ പലിശയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പലിശ ഹറാമാണ്, പലിശക്ക് കൊടുക്കാൻ പാടില്ല. പലിശ വാങ്ങാൻ, പലിശക്ക് കൊടുത്തുകൊണ്ട് മറ്റുള്ളൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ട് ആ പലിശ കൊടുത്ത് ഉപജീവന മാർഗം നടത്തുന്നവരില്ലേ കൂട്ടത്തിൽ? അവർ എന്ത് മറുപടിയാണ് അല്ലാഹുവിനോട് പറയുക? എവിടെ നിന്ന് സമ്പാദിച്ചു? ആ സമ്പാദിച്ച സമ്പാദ്യം നീ എന്തിൽ ചിലവഴിച്ചു? ഫീമാ അൻഫഖഹു, നീ എന്തിലാണ് അത് ചെലവഴിച്ചത്? മൂന്നാമത്തെ ചോദ്യം അതാണ്. നീ സമ്പാദിച്ചെടുത്ത സമ്പാദ്യം, ആ സമ്പാദ്യം നീ എന്തിലായി ചെലവഴിച്ചു? എന്ത് മാർഗത്തിലായി ചെലവഴിച്ചു? എന്ത് കാര്യത്തിന് വേണ്ടി നീ ചെലവഴിച്ചു എന്ന ചോദ്യമാണ് അടുത്തത്. ആ ചോദ്യത്തിന് നീ മറുപടി പറയണം. വ്യക്തമായ മറുപടി നീ പറയണം. നീ എവിടെയൊക്കെ കൊണ്ടുപോയി കൊടുത്തു, ആർക്കൊക്കെ കൊടുത്തു, എന്തിനൊക്കെ കൊടുത്തു എന്ന് വ്യക്തമായും അവിടെ വെച്ച് ഓരോ മനുഷ്യരും പറയുകയാ. സുബ്ഹാന ജല്ല ജലാലുഹു. തിരക്കില്ലല്ലോ, എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമേ അടുത്ത ഘട്ടം വരുന്നുള്ളൂ, അടുത്ത ഘട്ടം നടക്കുന്നുള്ളൂ. ഹിസാബ് പൂർണ്ണമല്ല, ഹിസാബ് പൂർണ്ണമല്ലാതെ ഒന്നും അവിടെ നടക്കില്ല. വിചാരണ തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ റബ്ബ് ഒരു മനുഷ്യനെ എങ്ങാനും ശക്തമായി വിചാരണ ചെയ്യാൻ തീരുമാനിച്ചാൽ, എന്റെ റബ്ബ് ഒരു അടിമയെങ്ങാനും ശക്തമായി വിചാരണ ചെയ്യാൻ തീരുമാനിച്ചാൽ, സുബ്ഹാനല്ലാഹ്, ആ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ അവനക്ക് സാധ്യമല്ല. അവനക്ക് ആ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല, കഴിയുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ചോദ്യം അങ്ങ് വരികയാണ്. അതുപോലെ തന്നെ വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാ, നിന്റെ ശരീരം, പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ശരീരം ഏത് മാർഗത്തിലായി ചെലവഴിച്ചു എന്ന ചോദ്യമാണ് നാലാമതായി വരുന്നത്. എന്റെയും നിങ്ങളുടെയും ആരോഗ്യം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന ചോദ്യം പിന്നീട് വരികയാണ്. ആ ചോദ്യത്തിനും വ്യക്തമായ മറുപടിയും കൊടുക്കാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ അതാ ചോദ്യങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം സുബ്ഹാനല്ലാഹ്, ഇനി നടക്കാൻ പോകുന്നത് ആ മീസാനിൽ വെച്ച് നന്മതിന്മകൾ തൂക്കലാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് അല്ലാഹു ഒരു പ്രഖ്യാപനം നടത്തുന്നു. മലക്കുകളെ, ഈ മനുഷ്യരെ രണ്ട് വിഭാഗമാക്കി നിങ്ങൾ തിരിക്കൂ. ഫരീഖും ഫിൽ ജന്നാ വ ഫരീഖും ഫിസ്സഈർ.
നരകത്തിലെ അവകാശികൾ, സ്വർഗത്തിലെ അവകാശികൾ എന്ന് രണ്ട് വിഭാഗമാക്കി മനുഷ്യരെ മാറ്റുന്നു, തിരിക്കുന്നു. രണ്ട് വിഭാഗമാക്കി തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അതാണ് ഏറ്റവും വലിയ മറ്റൊരു പ്രതിസന്ധി. ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ്സഈർ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, രണ്ട് വിഭാഗമാക്കി അല്ലാഹു മാറ്റി നിർത്തും കേട്ടോ. ആ സമയത്ത് സ്വർഗത്തിന്റെ വിഭാഗത്തിൽ പെടണം. ആ സമയത്ത് ചില ആളുകൾ അവിടെ നിന്ന് കണ്ണീരൊലിപ്പിച്ച് പൊട്ടി പൊട്ടി കരയുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ നഷ്ടം, ഞങ്ങളുടെ നഷ്ടം. എന്തേ ഞങ്ങൾക്ക് അത്ര നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോന്നിയില്ല, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ തോന്നിയില്ല? എന്തേ ഞങ്ങൾ അതിനൊന്നും മുമ്പന്തിയിലുണ്ടായില്ല? അതുകൊണ്ട് ഞങ്ങളുടെ നഷ്ടം എന്ന് പറഞ്ഞ് മനുഷ്യന്മാര് ഭൂരിഭാഗം ആളുകൾ അവിടെ വെച്ച് കരയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുല്ലു ഐനിൻ ബാഖിയത യൗമൽ ഖിയാമത്തി ഇല്ലാ ഐനുൻ ഖലത അൻ മഹാരിമില്ലാ. എല്ലാ കണ്ണും കരയും കേട്ടോ ആയിഷ. എല്ലാ കണ്ണിൽ നിന്നും കണ്ണുനീരൊലിച്ചിറങ്ങുകയാ. എന്തേ രക്ഷയുടെ വിഭാഗത്തിൽ പെടാഞ്ഞത്, സ്വർഗത്തിന്റെ വിഭാഗത്തിൽ പെടാഞ്ഞത് എന്നോർത്തുകൊണ്ട് ഓരോരുത്തരും കരയുമ്പോ 3 കണ്ണുകൾക്ക് കരച്ചിൽ വരില്ല ആയിഷ. 3 കണ്ണുകൾ കരയില്ല ആയിഷ. ഒന്ന് അല്ലാഹുവിനെ കുറിച്ചോർത്ത്, പടച്ചറബിനെ കുറിച്ചോർത്ത് ദുനിയാവിൽ വല്ലാതെ കരഞ്ഞവരാ, അവർക്ക് കരച്ചിൽ വരില്ല, അവര് കരയില്ല മഹ്ശറയിൽ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിലായി, പടച്ചറബിന്റെ പൊരുത്തത്തിലായി ദുനിയാവിൽ വെച്ച് നല്ലതുപോലെ കരഞ്ഞവരാണ്. അതുപോലെ തന്നെ അല്ലാഹുവിനെ പേടിച്ച് രാത്രി സമയത്ത് എഴുന്നേറ്റിരുന്ന് പൊട്ടി പൊട്ടി തേങ്ങി തേങ്ങി കരഞ്ഞ ആളുകൾ, ഇങ്ങനെയുള്ള 3 കണ്ണുകളുടെ ഉടമകൾ നാളെ മഹ്ശറയിൽ കരയൂല കേട്ടോ. അല്ലാത്ത എല്ലാ കണ്ണും കരയുമെന്ന് പറഞ്ഞ് അതാ സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള ആളുകളെ മാറ്റി നിർത്തുമ്പോ, പ്രിയപ്പെട്ടവരെ, നരകം നമുക്കറിയാമല്ലോ, പലരും കേട്ടിട്ടുണ്ടല്ലോ നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, നരകത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ ലഭിക്കുന്നത് എന്റെ പിതൃവിനായ അബൂ താലിബിനാണ് കേട്ടോ. നരകത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊണ്ട് അബൂ താലിബാണ് വേദന തിന്നുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ എന്താണ് ആ ശിക്ഷ? സ്വഹാബ 2 ഷൂ ധരിക്കാൻ കൊടുക്കും അബൂ താലിബിന്. 2 ഷൂ അബൂ താലിബിന് ധരിക്കാൻ കൊടുക്കും സഹാബ. ആ ഷൂ അബൂ താലിബ് അങ്ങ് ധരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യബ്ലുഗു ഖഅബൈഹി യഗ്ലി മിൻഹു ദിമാഗഹു. കാൽപാദം മുതൽ നെറുക വരെ തിളച്ച് മറിഞ്ഞു പോകും സഹാബ. നരകാഗ്നിയിൽ നിന്നുള്ള ആ ഷൂ അങ്ങ് ധരിക്കുമ്പോ കാൽപാദം മുതൽ ഉരുകി 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 നെറുകയിലെ തലച്ചോറെല്ലാം ഉരുകി ഒലിച്ചിറങ്ങുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ അതാണ് സഹാബ. നരകത്തിലെ ശിക്ഷ പറയണോ പ്രിയപ്പെട്ടവരെ? സുമ്മ ഇന്നകും അയ്യുഹല്ലാലൂനൽ മുകദ്ദബൂ ലാ ആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം ഇന്ന ശജറത സഖൂം തആമുൽ ലദീ കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ ഖവലിൽ ഹമീം. സഖൂം എന്ന് പറയുന്ന മരത്തിലെ പഴം അവർ ഭക്ഷിക്കേണ്ടി വരും കേട്ടോ. അതൊരു ഉരുകിയ ലോഹം പോലെയുള്ള പഴമാണ് സഹാബ. ഉരുകിയ ഒരു ലോഹം, ആ ലോഹം വയറ്റിലേക്ക് അങ്ങ് ചെല്ലുമ്പോ അതിറങ്ങിപ്പോകുന്ന സകലമാന വസ്തുക്കളും കരിഞ്ഞു പോകും സഹാബ, വെന്തുരുകി പോകും സഹാബ. ആ സഖൂം എന്ന് പറയുന്ന വൃക്ഷ നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുളച്ചു പൊന്തുന്നതാ. ആ പഴമങ്ങ് അവര് കഴിച്ചാൽ അവരുടെ ശരീരം മുഴുവനും സുബ്ഹാനല്ലാഹ് ഉരുകി ഒലിച്ചു പോകുന്നു. മാത്രമല്ല ഈ പഴം അവർ ധാരാളം കഴിക്കേണ്ടി വരും. ഫമാലിഹൂന മിൻഹൽ ബുതൂൻ. വയറ് നിറച്ച് തിന്നാൻ കൊടുക്കും സഹാബ. നിവൃത്തിയില്ല, തിന്നാതെ രക്ഷയില്ല. വേണ്ട എന്ന് പറയാൻ കഴിയില്ല. നരകത്തിന്റെ ഉള്ളിൽ മലക്കുകളാണ്, ശക്തരായ മലക്കുകള്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ.
പടച്ചുറപ്പിന്റെ കൽപ്പനക്ക് അവർ എതിര് പ്രവർത്തിക്കുകയില്ല. തിന്നടാ എന്നും പറഞ്ഞുകൊണ്ട് അവരതാ ആ പഴം ഇവനെ കൊണ്ട് തീറ്റിക്കുകയാണ് സ്വഹാബത്തെ. നിർവൃത്തിയില്ലാതെ അവനത് തിന്നുപോകുന്നു. തിന്നാനുള്ള ഫലമാണ് പറഞ്ഞത്. ആ രൂപത്തിലുള്ള പഴങ്ങൾ നരകത്തിലുണ്ട്. ഫശാരിബൂന ശുർബൽ ഹീം, അതേ ഹമീം എന്ന് പറയുന്ന ദുർഗന്ധം വമിക്കുന്ന ആ ജലവും ആസിഡ് പോലെയുള്ള ആ പാനീയവും അവർ കുടിക്കേണ്ടി വരും സഹാബ. എങ്ങനെയെന്നറിയുമോ? ദാഹിച്ചു വലഞ്ഞ ഒട്ടകം വെള്ളം കാണുമ്പോ എത്ര ആർത്തിയോടുകൂടെയാണോ ആ ഒട്ടകം ആ വെള്ളം കുടിച്ചു വറ്റിക്കുന്നത്, അതുപോലെ ആർത്തി പൂണ്ട മനുഷ്യര് സ്വഹാബത്തെ ആ ആസിഡിന് തുല്യമായ ആ ചീഞ്ചലം അവരങ്ങ് വലിച്ചു കുടിക്കും സ്വഹാബത്തെ. ഒരു മടിയുമില്ലാതെ കുടിക്കും സ്വഹാബ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഹാദാ നുസുലുഹും യൗമുദ്ദീൻ, ഇതിന് ഒരു അറുതിയില്ല. ഇതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. സഖൂം ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ കുടിച്ച് ഇതിങ്ങനെ ഭക്ഷിച്ച് വേദനാജനകമായ അവസ്ഥ. യാ മാലിക് മാതായ തുലുബൂ, അവര് മാലിക്കിനെ വിളിച്ച് സഹായം തേടും. മാലിക് വിളി കേൾക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു പ്രാവശ്യം മാലിക് വിളി കേൾക്കും. 40 കൊല്ലം കഴിഞ്ഞ് ഒരു വിളി കഴിഞ്ഞ് 40 കൊല്ലം കഴിഞ്ഞ് മാലിക് വിളി കേൾക്കും. ചോദിക്കും, എന്തിനാടാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോ, മാലികേ, തണുത്ത വെള്ളമൊന്ന് കിട്ടിയിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമായി മാലികേ. ഈ ഹമീം എന്ന് പറയുന്ന ദുർജലവും ആസിഡിന് തുല്യമായ ഈ വെള്ളവും കുടിച്ചു കുടിച്ച് മാലിക്കേ ഞങ്ങൾ വല്ലാത്തൊരു അവസ്ഥയിലാണ്. അതുകൊണ്ട് മാലിക്കേ, തണുത്ത വെള്ളം കിട്ടാൻ വേണ്ടി വിളിച്ചതാണ് മാലിക്കേ. മാലിക്കിന്റെ വിളി കേൾക്കുമ്പോ അല്ലാഹ് ചോദിക്കുന്നു, യാ മാലിക് മാതായ തുലുബൂ, എന്താണ് അവർ ചോദിക്കുന്നത്? മാലിക്കേ, യാ റബ്ബി ഇന്നക അൻത അഅലമു മിന്നീ, അവർ ചോദിക്കുന്നത് എന്നെക്കാളും നല്ലതുപോലെ നിനക്കറിയാമല്ലോ അല്ലാഹ്. അവർ ചോദിക്കുന്നു, ഫഹും യതുലുബൂനല്ലോ, തണുത്ത വെള്ളമാണ് അവർ ചോദിക്കുന്നത്. ചൂടുകാലത്ത് യഥേഷ്ടം ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ച് നമ്മൾ ചൂടിന് ശമനം കൊടുത്തില്ലേ, തണുപ്പ് കൊടുത്ത് ശരീരത്തെ തണുപ്പിച്ചില്ലേ? അതാ നരകാവകാശികൾ ചോദിക്കുമ്പോ മാലിക് റളിയല്ലാഹു അൻഹു 40 കൊല്ലം കഴിഞ്ഞ് ഉത്തരം ചെയ്യുന്നു. ആ ഉത്തരം അവർക്ക് അനുകൂലമായതല്ല. ഫൗറുസിലത് അലൈഹിമുൽ അഖാരിബ്, ആ സമയത്ത് നരകത്തിന്റെ മേലയതാ കാർമേഘം വരുന്നു. കാർമേഘം കാണുമ്പോൾ നരകാവകാശികൾ തുള്ളിച്ചാടുമെത്രേ. സുബ്ഹാനല്ലാഹ്, ഭൂമിയിൽ വെച്ച് കാർമേഘം കണ്ടപ്പോ നമുക്ക് സമാധാനമുണ്ടായിരുന്നു. ശക്തമായ ചൂടുള്ള സമയത്ത് കാർമേഘം കാണുമ്പോ നമ്മൾ സമാധാനിച്ചിരുന്നു. ഇപ്പോൾ മഴ പെയ്യും, ഈ ചൂടിനൊരു സമാധാനമുണ്ടാകും, അറുതിയുണ്ടാകുമെന്ന് ദുനിയാവിൽ വെച്ച് നമ്മൾ സന്തോഷിച്ചിരുന്നു. അതുപോലെ യഥാ മഴ പെയ്യാൻ പോവുകയാൽ വെള്ളം കിട്ടുമെന്ന് പറയുമ്പോ ഫൗറുസിലത് അലൈഹിമുൽ അഖാരിബ്, അതാ ആ കാർമേഘങ്ങളിൽ നിന്ന് പെയ്തിറങ്ങുന്നത് വെള്ളമല്ല, അഖറബ് അഖാരിബ് തേളുകളാണ് കേട്ടോ. വിഷജന്തുക്കളായ തേളുകളാണ് ആ കാർമേഘത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അത് അവരുടെ ശരീരത്തിൽ വീണ്ടും മുറിവുകൾ ഉണ്ടാക്കുന്നു, വേദനകൾ ഉണ്ടാക്കുന്നു. ഈ രൂപത്തിൽ ആ നരകത്തിൽ അവർ വർഷങ്ങളോളം ശാശ്വതമായി മോചനമില്ലാതെ കഴിയേണ്ടി വരും കേട്ടോ. വീണ്ടും അവർ മാലിക്കിനെ വിളിച്ചു കരയും, ഉർസിലത് അലൈഹിമുൽ ഹയ്യാത്ത്, അതേ ആ സമയത്ത് ആകാശത്ത് നിന്ന് കാർമേഘത്തിലൂടെ ഇറങ്ങുന്നത് പാമ്പുകളാണ് കേട്ടോ. ഈ രൂപത്തിൽ നരകത്തിൽ വെച്ച് ശക്തമായ ശിക്ഷ. ഇതിനൊരു അറുതിയില്ല, ഇത് നിർത്തിവെക്കുന്നില്ല. ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന അശദ്ദ മാ ഫിൽ കിതാബിൽ ഖുർആനി ഹാദിഹിൽ ആയാ. സ്വഹാബത്തെ, ഈ ആയത്തുണ്ടല്ലോ, ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബ എന്ന ഈ ആയത്ത് എന്നെ വല്ലാത്ത വേദനിപ്പിച്ചു സ്വഹാബ. ഖുർആനിൽ ഇതിനേക്കാളും എന്നെ വേദനിപ്പിച്ച മറ്റു ആയത്തില്ല സ്വഹാബ. ഏറ്റവും ശക്തമായ ആയത്ത് ഇതാണ്, ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബ. ശിക്ഷ വർദ്ധിക്കലല്ലാതെ, ശിക്ഷ രീതികൾ കൂട്ടലല്ലാതെ, പുതിയ പുതിയ ശിക്ഷാരീതികളല്ലാതെ
ഒരു കുറവും അവിടെയില്ല, വർധനവല്ലാതെ കുറവില്ല എന്ന ഈ ആയത്താണ് ഖുർആനിലെ ഏറ്റവും ശക്തമായ വേദനിപ്പിക്കുന്ന ആയത്ത് എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരുടെ കൂട്ടത്തിലേക്കാണോ എന്നെയും നിങ്ങളെയും മാറ്റി നിർത്തപ്പെടുന്നത്? പറ്റില്ല. നമുക്ക് നരകത്തിന്റെ പാർട്ടിയിലേക്ക് പോകാൻ കഴിയില്ല. നമുക്ക് പോകേണ്ടത് സ്വർഗത്തിന്റെ പാർട്ടിയിലേക്കാൻ. അതിന് എന്ത് വേണം കേട്ടോ? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീമി. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, പടച്ചറബ്ബേ, നിന്റെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു പണിയും ഞാൻ ചെയ്തിട്ടില്ല. നിന്റെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു പണിയും ഞാൻ എടുത്തിട്ടില്ല. അതിന് മാത്രമുള്ള അമലുകൾ എനിക്കില്ല. വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. പിന്നെ ഞാൻ പോകേണ്ടത് നരകത്തിലേക്കാണ്. ആ നരകത്തിന്റെ അദാബ് താങ്ങാൻ ഞാൻ ബലഹീനനാൻ, ഞാൻ ദുർബലനാൻ. ആ നരകത്തിലേക്ക് എനിക്ക് പോകാനും കഴിയില്ല. സ്വർഗത്തിലേക്ക് പോകാൻ അമലില്ല, നരകത്തിലേക്ക് കടക്കാൻ, ആ നരകം താങ്ങാൻ എനിക്ക് കഴിയില്ല. ഫഹബിൽ അതുകൊണ്ട് എന്റെ പാപങ്ങളെല്ലാം നീ ഓശാരമായി, നിന്റെ ഭാഗത്തു നിന്നുള്ള ഓശാരമായി എനിക്ക് പുറത്തു തരണമെന്ന് ആരാണ് മക്കളെ പറയുന്നത്? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 7ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആൻ മനപാഠമാക്കി. 10ാമത്തെ വയസ്സിൽ മദ്ഹബിന്റെ ഫത്വ കൊടുക്കാനുള്ള കഴിവ് ലഭിച്ചു. അങ്ങനെയുള്ള ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ആ ശാഫി ഇമാമാണ് പറയുന്നത്, അല്ലാഹ്, സ്വർഗത്തിലേക്ക് പോകാൻ ഒരു അമലും എന്റെ കൈവശമില്ല, നരകത്തിലേക്ക് പോകാനും എനിക്ക് കഴിയില്ല, നരകത്തിന്റെ ശിക്ഷ എനിക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് നീ ഓശാരമായി സ്വർഗം എനിക്ക് തരണമല്ലാ. നിന്റെ ഭാഗത്തുനിന്നുള്ള ഓശാരമല്ലാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ എനിക്കൊന്നുമില്ല. അല്ലാഹ് പറയുന്നു, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർളു ഉഇദ്ദതു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി തയ്യാറാക്കിയ സ്വർഗത്തിലേക്ക് നിങ്ങൾ വേഗം കടന്നു വരൂ, ഉളരി വരൂ. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ച്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് വസാരിഊ, നിങ്ങൾ ഉളരി വരൂ, വേഗത്തിൽ വരൂ. നല്ല നല്ല ദാനധർമ്മങ്ങൾ കൊടുത്ത്, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത്, സ്വാലിഹായ അമലുകൾ ചെയ്ത്, ദിക്റുകളും ഔറാദുകളുമായി സ്വലാത്തുകളുമായി നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത്, പ്രിയപ്പെട്ടവരെ, അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ വേഗത്തിൽ വരൂ. ഇലാ മഗ്ഫിറത്തിൻ, പടച്ചുറപ്പിന്റെ ഭാഗത്തു നിന്നുള്ള പാപം പുറത്തു കിട്ടുന്നതിലേക്ക്, അവന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ വേഗം വരൂ. സ്വർഗത്തിലേക്കും നിങ്ങൾ വേഗം ചെന്നടക്കൂ. കാരണം എന്താണ്? ആ സ്വർഗം അർളുഹസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗമാണത് കേട്ടോ. ഉഇദ്ദത്തുൽ മുത്തഖീൻ, തഖ്വയുള്ള പടച്ചുറപ്പിനെ പേടിക്കുന്നവർക്ക് സംവിധാനിച്ചിട്ടുള്ള സ്വർഗമാണ് കേട്ടോ. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ വേഗമൊന്ന് ഉളരി വരൂ. സ്നേഹത്തോടെ ഒരു ഉപ്പ മകൻ അപകടത്തിലേക്ക് പോകുമ്പോ, ഒരു മകൻ, കണ്ണു കാണാത്തൊരു മകൻ, അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടി കിണറിന്റെ സമീപത്തേക്ക് പോകുമ്പോ, മറയില്ലാത്ത കിണറിന്റെ സമീപത്തേക്ക് പോകുമ്പോ, മോനെ അങ്ങോട്ട് പോകല്ലടാ, ഇങ്ങോട്ട് വരൂ എന്ന് ആ പിതാവ് വിളിക്കുന്നത് പോലെ, അതിനേക്കാളും സ്നേഹത്തോടുകൂടെ, ഒരു മാതാവിന്റെ സ്നേഹത്തെക്കാളും വലിയ സ്നേഹം, ഒരു പിതാവിന്റെ സ്നേഹത്തെക്കാളും വലിയ സ്നേഹം. മക്കളെ, നിങ്ങൾ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ പോയി നരകത്തിലേക്ക് പോകരുത് കേട്ടോ. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർളു ഉഇദ്ദതു ലിൽ മുത്തഖീൻ. ആ സ്വർഗത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും പോകണം കേട്ടോ. ഇതങ്ങ് അള്ളാന്റെ റസൂല് പറഞ്ഞപ്പോ ഹിർക്കൽ രാജാവ് ചോദിച്ചു, മുഹമ്മദേ, സ്വർഗത്തിന് ആകാശഭൂമികളുടെ വലിപ്പമുണ്ടെങ്കിൽ അപ്പൊ നരകം എവിടെയാ? ഹിർക്കലിന്റെ ചോദ്യമാണ്. സ്വർഗത്തിലേക്ക് നിങ്ങൾ വിളിക്കുന്നുണ്ടല്ലോ ആളുകളെ, ആ സ്വർഗത്തിന് ആകാശഭൂമിയുടെ വലിപ്പമുണ്ട് എങ്കിൽ അപ്പൊ നരകം എവിടെയാൻ?
അതിന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി സുബ്ഹാനല്ലാഹ് ഫഅൈനൽ ലൈല ഇദാ ജാഅന്നഹാർ. രാത്രി മറഞ്ഞ് പകല് വരുമ്പോൾ ആ രാത്രി എവിടെയാണ്? ഇന്ന് രാത്രിയാണ്, നേരം വെളുത്ത് പകല് വരുമ്പോൾ ഈ രാത്രി എവിടെ പോയി? ഇതിന്റെ പ്രകാശം എവിടെ പോയി? ആ രൂപത്തിൽ അല്ലാഹുവിന്റെ ഒരു പറച്ചിലാണ്. ആകാശഭൂമികളുടെ വിശാലതയുള്ള ആ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഉളരി വരൂ, ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ വേഗത്തിലേക്ക് വരൂ. അവിടെ നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങളുണ്ട്, ധാരാളം അനുഗ്രഹങ്ങൾ അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ. ആ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം, ധാരാളം അനുഗ്രഹങ്ങൾ പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യബൂലൂന വലാ യതഗവ്വതൂൻ. സ്വർഗാവകാശികൾ മൂത്രിക്കുകയില്ല, കാഷ്ടിക്കുകയില്ല. എത്ര പാനീയം കുടിച്ചാലും അവർ മൂത്രിക്കുകയില്ല, ഭക്ഷണം കഴിച്ചാൽ കാഷ്ടിക്കുകയില്ല. വലാ യത്ഫുലൂൻ. മൂക്ക് പിഴിയുന്ന അവസ്ഥ അവർക്കുണ്ടാവുകയില്ല. വലാ യംതഖിതൂന അംശാതുഹുൽ ദഹബ്. സ്വർഗത്തിൽ കിടക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അവരുടെ മുടിയേരുന്നത് അത് സ്വർണത്തിന്റെ ചീർപ്പുകളെ കൊണ്ടാണ്. വറശുഹുമുൽ മിസ്ക്. സ്വർഗാവകാശികളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന വിയർപ്പിന്റെ വാസന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മിസ്ക് അത് കസ്തൂരിയുടെ വാസനയാണ്. വമജാമിറുഹുമുൽ ഉലുവത. അതേ, അവരവിടെ പുകക്കുന്ന ഉൽവാൻ കൂടിൽ നിന്ന് പുറത്തു വരുന്ന മണമുണ്ടല്ലോ, അത് നല്ല നറുമണമാണ് കേട്ടോ. അസ്വാജുഹുമുൽ ഹൂറുൽ ഈൻ. കണ്ണിന് നല്ല വിശാലതയുടെ കൺതടമുള്ള ഹൂറുൻ എന്ന് പറയുന്ന പ്രത്യേക സ്ഥാനമുള്ള സ്ത്രീകൾ ആ സ്വർഗത്തിൽ അവർക്ക് കൂട്ടിനുണ്ട് കേട്ടോ. ഈ സ്വർഗത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവരെ വേഗം അടുത്തു വരൂ. അല്ലാഹു പറയുന്നു, വേഗം അടുത്തു വരൂ, സമയം കളയാനില്ല, നഷ്ടമില്ല. അപ്പുറത്ത് ജഹന്നമാണ്, ആളിക്കത്തുന്ന നരകമാണ്, അതിൽ കടന്നാൽ രക്ഷയില്ല മുഅ്മിനേ. ശിക്ഷ കൊണ്ട് നിന്നെ അവിടെ വേദനിപ്പിക്കുന്ന വേദനാജനകമായ അവസ്ഥയല്ലാതെ സന്തോഷത്തിന്റെ ഒരു കണിക നരകത്തിൽ നിനക്ക് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് വേഗം അടുത്തു വരൂ. അല്ലാഹു വിളിക്കുന്നു. ആ സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷകരമായ അവസ്ഥ ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ. അല്ലാഹു പറഞ്ഞു, എന്റെ അടിമകളിൽ ഒരു വിഭാഗം ആളുകൾക്ക് നല്ല പ്രതിഫലം കിട്ടും. ആ പ്രതിഫലം സ്വർഗമാണ്. അവർ ചെയ്ത പ്രവർത്തനങ്ങൾ സ്വാലിഹായ പ്രവർത്തനങ്ങളാണ്. സ്വർഗം കിട്ടിയാൽ പിന്നെ അവനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സഹാബാ, 14-ാം രാവിൽ ആകാശത്തേക്ക് നോക്കിയാൽ ചന്ദ്രനെ നിങ്ങൾ എപ്രകാരം ദർശിക്കുന്നു? വട്ടത്തിൽ മിന്നിത്തിളങ്ങുന്ന ആ ചന്ദ്രൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ചന്ദ്രനെ പോലെ സ്വർഗാവകാശികൾ ഒരു മറയുമില്ലാതെ ഖാലിഖായ റാസിഖായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് എനിക്ക് ശ്വസിക്കാൻ വായു തന്ന, കാണാൻ കണ്ണ് തന്ന, കേൾക്കാൻ കാത് ശക്തി തന്ന, പ്രവർത്തിക്കാൻ കൈകൾ തന്ന, നടക്കാൻ കാല് തന്ന, ചിന്തിക്കാൻ ഹൃദയം തന്ന, എല്ലാ കഴിവുകളും തന്ന ഖാലിഖായ റബ്ബിനെ ഒരു മറയും കൂടാതെ സ്വർഗാവകാശികളങ്ങ് കാണുമ്പോ എല്ലാവരും സുജൂദിൽ വീണു പോകും. അല്ലാഹ്, നിന്നെ കാണാൻ പൂതി വെച്ച് നടന്നവരാണ് ഞങ്ങൾ, ഞങ്ങൾക്കത് കിട്ടിയല്ലോ അല്ലാഹ്. സുജൂദിലങ്ങ് വീണുമ്പോ അല്ലാഹ് പറയും, എഴുന്നേൽക്കൂ കൂട്ടരേ, എന്റെ അടിമകളെ എഴുന്നേൽക്കൂ. ഇത് സുജൂദ് ചെയ്യാനുള്ള സ്ഥലമല്ല, നിസ്കരിക്കാനുള്ള സ്ഥലമല്ല, നോമ്പനുഷ്ഠിക്കാനുള്ള സ്ഥലമല്ല, ഇവിടെ സന്തോഷിക്കാനുള്ള സ്ഥലമാണ്, ആനന്ദിക്കാനുള്ള സ്ഥലമാണ് കൂട്ടരേ. സ്വർഗത്തിലെ ഏറ്റവും സന്തോഷകരമായ അവസ്ഥ, ഇന്നക്കും സതറൗന റബ്ബക്കും ഖിയാനൻ കമാ തറൗന ഹാദൽ ഖമറ. 14-ാം രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ അല്ലാഹുവിനെ നിങ്ങൾ കാണുന്നത്, അത് സ്വർഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമാണ് കേട്ടോ. ആ റബ്ബിനെ കാണണമെന്ന് ആഗ്രഹിച്ചല്ലേ ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? പ്രവർത്തിക്കുന്നത് ആ റബ്ബിനെ കാണാനല്ലേ? എന്റെ ലക്ഷ്യം അതല്ലേ? നിങ്ങളുടെ ലക്ഷ്യം അതല്ലേ? അല്ലാ, നിന്നെയൊന്ന് കാണാൻ, ഒരു മറയില്ലാതെ കാണാൻ.
അതെന്തൊരു അവസ്ഥയാ! ആ ഭാഗ്യം ചില്ലറ ഭാഗ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടി പണിയെടുത്തോ. നരകത്തെ കുറിച്ച് കൂടുതൽ പറയാൻ സമയം കിട്ടിയില്ല, സ്വർഗത്തിന്റെ സന്തോഷകരമായ അവസ്ഥയും പറഞ്ഞിട്ടില്ല. ധാരാളം കേട്ടവരാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ സ്വർഗത്തിലേക്ക് നമുക്ക് പോകണം കേട്ടോ. മഹ്ശറിൽ രക്ഷപ്പെടണം. ആ സ്വർഗമാണ് നമ്മുടെ തറവാട്. അവിടെ കടന്ന് ആ അനുഭൂതികളെല്ലാം സ്വീകരിച്ച് സന്തോഷകരമായ ഒരു അവസ്ഥ. അവിടെ എത്രയെത്ര സന്തോഷകരമായ അവസ്ഥകളുണ്ട്, പറഞ്ഞാൽ തീരില്ല. അവിടെ മദ്യത്തിന്റെ അരുവികളുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, മദ്യത്തിന്റെ അരുവികൾ അൻഹാറും മിൻ ഖംറിൽ ലദ്ദത്തിൽ ലിശ്ശാരിബീൻ. മദ്യത്തിന്റെ അരുവികളുണ്ട് സ്വഹാബാ. സ്വർഗത്തിൽ മദ്യം ഒഴുകുന്ന ഒരു ഭാഗത്തുകൂടെ, തേൻ ഒഴുകുന്ന ഒരു ഭാഗത്തുകൂടെ, പാലൊഴുകുന്ന ഒരു ഭാഗത്തുകൂടെ. അള്ളാന്റെ റസൂല് പറയുന്നു, ദുനിയാവിലെ പാലല്ല, 2 ദിവസം കഴിഞ്ഞാൽ മോരും പിന്നെ തൈരും പിന്നെ വെണ്ണയുമാകുന്ന പാലല്ല, കേടുവരാത്ത പകർച്ച വരാത്ത പാല്. ദുനിയാവിലെ തേനല്ല, തേനീച്ചയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദുനിയാവിലെ തേനല്ല, ആ കൃത്രിമമായ തേനൊന്നുമല്ല. അള്ളാഹു സംവിധാനിച്ച തേന് കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ, ആ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ, ആ സ്വർഗത്തിൽ പാറിപ്പറന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ, സിദ്ദീഖ് റളിയല്ലാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ അവിടുത്തെ തൃക്കല്യാണം കൂടണമെന്ന് ആഗ്രഹിക്കുന്നവരെ, ആ സ്വർഗത്തിൽ പെട്ട് അള്ളാഹുവിന്റെ ശാശ്വതമായ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകണമെന്ന് ആഗ്രഹിക്കുന്നവരെ, ഇനിയുള്ള സമയം നിങ്ങളുടെ സമയമാണ് കേട്ടോ. വിലപ്പെട്ട സമയമാണ്, നഷ്ടപ്പെടുത്താനില്ല. ഇനിയുള്ള രാപ്പകലുകൾക്ക് പവിത്രത കൂടുതലുണ്ട്. സുബഹി ഖളാ ആക്കരുത് കേട്ടോ, സുബഹി ഖളാക്കരുത് കേട്ടോ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചില ആളുകളിലെ ഉസ്താദെ വീടിരിക്കാൻ നല്ല സമയമെന്നാ, സമയം എപ്പോഴാ, ദിവസം എപ്പോഴാ എന്നൊക്കെ ചോദിക്കാറില്ലേ? ചോദിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട് ഇസ്ലാമിൽ. പക്ഷേ ഷാഫി ഇമാമ് പറഞ്ഞു, സുബഹി ഖളാക്കിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അന്ന് മുഴുവനും അപശകുനമാണ്, ഒരു നല്ല കാര്യവും അവനക്കുണ്ടാവുകയില്ല. സുബഹി ഖളാക്കരുത് ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സുബഹി ഖളാക്കരുത്. അതുവരെ ഭംഗിയായി ഉറങ്ങാൻ അവസരം തന്ന പടച്ചുറപ്പ് ഇനി നാളെ എങ്ങനെയാണ് എന്റെ അവസ്ഥ എന്നറിയില്ല. അതുകൊണ്ട് സുബഹി ഖളാക്കരുത് കേട്ടോ. ആ സുബഹി ഒഴിവായി പോകരുത് പ്രിയപ്പെട്ടവരെ. വല്ലാത്ത അപകടമാണ് അത്. നമ്മുടെ കുടുംബത്തിൽ ബർക്കത്തുണ്ടാവുകയില്ല, നമ്മുടെ മക്കളിൽ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും, കുടുംബത്ത് സമാധാനവും സ്വസ്ഥവും നഷ്ടപ്പെട്ടു പോകും. സുബഹി ഖളാക്കൽ വലിയ പ്രശ്നം തന്നെയാണ്. എന്റെ ഉമ്മമാരെ, സമയം നമുക്ക് കുറവായതുകൊണ്ട് നീട്ടിപ്പറയുകയല്ല, ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തട്ടെ. മുസ്ലിമായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയില്ലേ? അല്ലാഹു തന്ന വലിയ ഭാഗ്യമല്ലേ നമ്മെ എല്ലാവരെയും മുസ്ലിമാക്കി എന്നുള്ളത്. ഇസ്ലാമിക തറവാട്ടിലെ മെമ്പറാക്കി അഭിമാനിക്കുന്നു ഞാനും നിങ്ങളും. തല ഉയർത്തിപ്പിടിച്ച് പറയുന്നു, ഏകനായ റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു സമുദായത്തിലെ അംഗമെന്ന നിലയിൽ ഞാനും നിങ്ങളും അഭിമാനിക്കുമ്പോ, ഏറ്റവും കൊള്ളുമ്പോ, പ്രിയപ്പെട്ടവരെ, അങ്ങനെ അഭിമാനിച്ചതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, അഹങ്കരിച്ചതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. പടച്ചുറപ്പിന് വേണ്ടി ഇബാദത്ത് ചെയ്യണം കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട പരിശുദ്ധ റമളാൻ ഇനി എണ്ണി പറയുന്ന ദിവസങ്ങൾ മാത്രം. കഴിഞ്ഞ കൊല്ലം റമളാനിൽ തറാവീഹ് നമസ്കാരത്തിനും നോമ്പ് തുറയിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ സജീവനായി നടന്ന മനുഷ്യൻ ഒരിക്കലും ഓർത്തിട്ടില്ല. കഴിഞ്ഞ കൊല്ലം റമളാനിൽ ഓർത്തില്ല, അല്ലാഹ് അടുത്ത കൊല്ലം റമളാൻ വരുമ്പോൾ ഞാൻ എവിടെയാ? ഓർത്തില്ല, ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഖബറിലാണ്. ഈ റമളാൻ സ്വീകരിക്കാൻ എനിക്ക് കഴിയുമോ എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ മരിച്ചങ്ങ് ചെന്ന് കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ കേട്ടതും പഠിച്ചതും ഒക്കെ സത്യമാണല്ലോ അല്ലാഹ്, ഇനി എന്താണ് ഒരു വഴി? ഇനി എന്താണ് ഒരു വഴി? ഒരു വഴിയും ഇല്ല. മഹ്ശറയിൽ മനുഷ്യൻ അവന്റെ വിരലുകൾ മുഴുവനും കടിച്ചു തുപ്പുമെന്ന് പറയുന്നു.
വേദന അവനക്ക് തോന്നിയില്ല. റബ്ബേ, എന്താണ് ഇനിയൊരു വഴി? എത്ര കേട്ടു, എത്ര പ്രസംഗം കേട്ടു. ചില മൊബൈലുകളിൽ പ്രഭാഷണത്തിന്റെ എന്തോരം ആളുകളുടെ പ്രഭാഷണങ്ങൾ, പലതരത്തിലുള്ള പ്രഭാഷണങ്ങൾ മൊബൈലിൽ കയറ്റി വെച്ചുകൊണ്ട് ചെറുപ്പക്കാർ നടക്കുന്നു. നല്ല കാര്യമാണ്, കിട്ടുന്ന സമയമൊക്കെ കേൾക്കാൻ. പ്രിയപ്പെട്ടവരെ, അത് കേട്ടതുകൊണ്ട് കാര്യമുണ്ടോ? അത് കേട്ടതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ജീവിതത്തിൽ എന്തെങ്കിലും പ്രാവർത്തികമാക്കണ്ടേ? ഈ മജ്‌ലിസ് കൊണ്ട് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണ്ടേ? ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ തബാറക സൂറത്ത് ഓതിക്കോ. തബാറക സൂറത്ത് പതിവായി ഓതുന്നവനെ ഖബർ എടുക്കുകയില്ല, ഖബറിൽ ശിക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ധാരാളം നല്ല പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ നിന്ന് ചെയ്യാൻ കഴിയണം. ഈ കുറഞ്ഞ സമയം ഈ ഭൂമി ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ നോക്കണം. എവിടെയൊക്കെ നന്മയുടെ ഭാഗം അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ സ്വതക്ക പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ കടക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ സ്വതക്ക പറഞ്ഞിട്ടുണ്ട്. ഖബറിൽ രക്ഷപ്പെടുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ സ്വതക്ക പറഞ്ഞിട്ടുണ്ട്. മരണം നല്ല രൂപത്തിൽ മരിക്കേണ്ട ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അവർ നല്ലോണം സ്വതക്ക കൊടുക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ പറയും, എന്തായാലും പള്ളിയിൽ നിന്ന് എന്ത് പരിപാടിയായാലും പിരിവ് പിരിവ് പിരിവ്, ഇതല്ലാത്ത ഒന്നും പറയാനില്ല. ആർക്കാണ് കൂട്ടരെ അത്? ആർക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ ദീനിനല്ലേ നമ്മൾ ദുആ ചെയ്യുന്നു. അള്ളാഹുവേ, എന്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിന്, എന്റെ കുടുംബപരമായ ഒരു കാര്യത്തിന് മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. പക്ഷേ ദീനിന് വേണ്ടി ചോദിക്കാം. ആര് മടിക്കണം, ആര് പേടിക്കണം, ആര് എന്ത് പറഞ്ഞാലും നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വരെ പറഞ്ഞില്ലേ, സമുദായം, മുഹമ്മദേ, നീ നീതി കാണിക്കണം. സമ്പത്ത് കൂടി വന്നപ്പോൾ ഒരു കാലത്ത് ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഒന്നുമില്ല. ഖദീജ ബീവി റളിയല്ലാഹുവിന്റെ സമ്പത്താ. പിന്നീട് യുദ്ധങ്ങളിലൊക്കെ ഗനീമത്ത് കിട്ടി, അല്പമൊക്കെ സമ്പത്ത് വന്നപ്പോൾ മുഹമ്മദേ, നീ നീതി കാണിക്കണം, തട്ടിപ്പ് നടത്തുന്നുണ്ട്. ആരോട് പറയുന്നു? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരുടെ അനുയായികൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. യാതൊരു തർക്കമില്ല, അവരുടെ അനുയായികൾ ഉണ്ടാകും. എത്രയെത്ര സംഭവങ്ങൾ പറയാനുണ്ട്, സമയക്കുറവുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. മഹാന്മാരെ വരെ ചോദ്യം ചെയ്തില്ലേ? അങ്ങനെയൊക്കെ ലോകത്ത് സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഒരു ഭാഗത്ത് നടക്കും. സംഭാവന കൊടുക്കുന്നവർ, സ്വതക്ക കൊടുക്കുന്നവർ അതൊന്നും കേട്ട് പിന്നോട്ട് പോകരുത്. നിങ്ങളുടെ ആഖിബത്ത് കേടുവരുത്താൻ വേണ്ടി അള്ളാഹു പടച്ച മനുഷ്യരിൽ നിന്ന്, വ്യത്യസ്തരായ കുറെ ആളുകളിൽ നിന്ന് മാത്രമേ അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതുള്ളൂ. മന്നാഉൽ ഖൈറാകരുത് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഖൈറിനെ മുടക്കുന്നവരാകരുത്. കൊടുക്കുന്നവർ കൊടുക്കട്ടെ, കൊടുക്കുന്നവർ കൊടുക്കട്ടെ. അള്ളാഹ് കൊടുത്ത നിഅമത്തിൽ നിന്നല്ലേ അവർ കൊടുക്കുന്നത്. അവർ കൊണ്ടുവന്നതാണോ? അവിടെ ഉപ്പമാര് ഉമ്മമാര് സമ്പാദിച്ചു